ഓക്കെ, വെരി ഗുഡ് മോർണിംഗ് ടു പ്രഭാത കേരളം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങൾ നിൽക്കുന്ന ഇടം ഇന്ന് ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു ചരിത്ര ഭൂമികയിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ ദിവസവും ആ ചരിത്രവുമായി ബന്ധമുണ്ട്, ഞങ്ങൾ നിൽക്കുന്ന സ്ഥലവുമായി ബന്ധമുണ്ട്. വൈക്കം സത്യാഗ്രഹ ഭൂമി. അതെ, വൈക്കം സത്യാഗ്രഹം നടന്നിട്ട് ഇന്നേക്ക് 100 വർഷം, അതായത് ആദ്യത്തെ അതിന്റെ ചരിത്ര സമരം നടന്നിട്ട് 100 വർഷം തികയുന്ന ദിവസമാണ്. ആ സമരം നടന്ന അതേ ഭൂമിയിൽ അതേ ഭാഗത്ത് തന്നെ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രഭാത കേരളം, അതായത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്നാണ് ഈ പ്രഭാത കേരളം ഇപ്പോൾ തുടങ്ങുന്നത്. അതായത് ഞങ്ങൾക്ക് പിന്നിലേക്ക് കാണുന്ന ഈ റോഡിലൂടെ നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് വലിയ ചരിത്രമുള്ള ആ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അത് പിന്നീട് ക്ഷേത്രപ്രവേശന വിളംബരം പോലെ ഐത്തോച്ചാടനമടക്കമുള്ള കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് പടരുന്ന ഒരു വലിയ നവോത്ഥാന മുന്നേറ്റമായി മാറി എന്നതാണ് ചരിത്രം. എന്തായാലും 100 വർഷം പിന്നിടുന്നു ഒരു ചരിത്ര നിർമ്മിതിയുടെ ഭാഗമായിട്ട്. അതായത് അതിൻ്റെ എല്ലാ പ്രത്യേകതകളും ഉൾക്കൊള്ളുന്ന ഒരു ഭൂമികയിലാണ് ഞങ്ങളിത് നിൽക്കുന്നതെന്ന പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരികയാണ്. ഈ സുവർണ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ എന്തൊക്കെയാണ്? ശതാബ്ദി ആഘോഷങ്ങൾക്ക് വൈക്കം ഒരുങ്ങിക്കഴിഞ്ഞു. വൈക്കത്ത് എല്ലാവരും, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ വലിയ പരിപാടി മറ്റന്നാൾ നടക്കാൻ പോകുന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ചേർന്നാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്നത്തെ പ്രത്യേകത, ഈ സമരം തുടങ്ങിയ ഈ ദിവസം അന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇടപെട്ടാണ് ഈ സമരത്തിന് ആഹ്വാനം ചെയ്യുകയും KPCC സമരം നടത്തുകയും പ്രക്ഷോഭ സമരം തീരുമാനിക്കുകയും ചെയ്തത്. ആ ദിവസം എന്ന നിലയിൽ ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്ന് മല്ലികാർജുന ഖാർഗെ, കോൺഗ്രസിന്റെ ഈ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ തുടക്കം, സംസ്ഥാനതല ആഘോഷ പരിപാടികളുടെ തുടക്കം ഇന്ന് നടക്കുകയാണ്. മല്ലികാർജുന ഖാർഗെ എത്തുന്നു. ഉച്ചകഴിഞ്ഞ് ഇതിന് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ മാത്രം ദൂരെ ബീച്ചിൽ മൈതാനത്താണ് അത് സംബന്ധിച്ചുള്ള വേദി ഒരുങ്ങുന്നത്. 3 മണിക്കുണ്ട്. പിന്നെ SNDP അങ്ങനെ എല്ലാ സംഘടനകളും ഇതിന്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമാണ്. സംഘപരിവാർ സംഘടനകൾ, അങ്ങനെ സമൂഹത്തിലെ ഏതാണ്ട് ജാതി സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ സാംസ്കാരിക സംഘടനകൾ, അങ്ങനെ എല്ലാവരും വൈക്കം ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിക്കുകയാണ്. ശ്രീജിത്ത്, ഈ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ അതിന്റെ ഓർമ്മ പുതുക്കുന്ന ഒരു ദിവസം ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എന്നൊരു ചോദ്യം സ്വാഭാവികമായും? തീർച്ചയായും സജിത്ത്, ഇതൊരു ദേശീയ പ്രക്ഷോഭമായി വളർന്ന സമരം കൂടിയായിരുന്നു. പ്രത്യേകിച്ച് പെരിയാറുടെയൊക്കെ സാന്നിധ്യം, അതായത് ദ്രാവിഡ നേതാവാണ് പെരിയാർ, അദ്ദേഹമൊക്കെ ഇവിടെ വന്ന് ഈ സമരത്തിൽ പങ്കാളിയാകുന്നു. അതെ, തീർച്ചയായും പങ്കാളിയാകുന്നു. അദ്ദേഹത്തിന്, അതായത് 1907 വലിയ കവലയിൽ തമിഴ്നാട് സർക്കാരിന് പ്രത്യേക സ്ഥലം കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു സ്മാരകം ഉയരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ തമിഴ്നാടും കേരളവും ചേർന്ന് നിന്നുകൊണ്ട് ഇക്കാര്യത്തിൽ മുൻപ് തന്നെ സർക്കാരുകൾ, സംസ്ഥാനം അതിൽ പ്രത്യേക താല്പര്യം കാണിച്ചിരുന്നു. അങ്ങനെ ഒരു പോരാട്ടത്തിൽ തീർച്ചയായും ഗാന്ധിജി ഉൾപ്പെടെയുള്ളവരുടെ വലിയ പങ്കാളിത്തമുണ്ട്. C രാജഗോപാലാചാരി, അങ്ങനെ ഒരുപാട് ദേശീയ നേതാക്കളുടെ പങ്കാളിത്തമുള്ള അകാലികൾ വന്ന സമരമാണ്. അങ്ങനെ ഒരുപാട് പേരുടെ പങ്കാളിത്തമുള്ള സമരമാണ്. പക്ഷേ കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് ദ്രാവിഡ നേതാക്കൾ ഒക്കെ പങ്കെടുത്തൊരു സമരം എന്ന നിലയിൽ കൂടി അങ്ങനെ ഈ അകാലികളുടെ ഈ സമരത്തിലേക്കുള്ള വരവ് കേരളത്തിൽ ചപ്പാത്തി വരവിനും തീർച്ചയായും അത്തരം ചില കാര്യങ്ങളുണ്ട്. ചരിത്ര രേഖകൾ അത്തരത്തിൽ ഇല്ലെങ്കിൽ പോലും അതൊരു കാരണമായി പറയുന്നുണ്ട്. അതായത് കേരളത്തിൽ ചപ്പാത്തി വരാൻ കാരണമായത് ഈ അകാലികൾ അന്ന് ഈ സമരത്തിൽ പങ്കെടുത്തവർക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകിയിരുന്നു. അന്ന് അവരാണ് ഇവിടെ ചപ്പാത്തി കൊണ്ടുവരികയും അങ്ങനെ 100 വർഷം മുൻപ് ഇവിടെ ചപ്പാത്തി എത്തി എന്നുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ശില്പങ്ങളും മറ്റും, ഇവിടുത്തെ ശില്പോദ്യാനത്തിലും മറ്റും ഉണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം പലതുകൊണ്ടും പ്രസിദ്ധമാണ്. പല ഇടപെടലുകളും, രാജ്യത്തിന് മാതൃകയായ ഇടപെടലും നടത്തിയിട്ടുണ്ട്. എന്തായാലും അതിന്റെ തുടക്കമിട്ട ഒരു പ്രധാനപ്പെട്ട ഇടമാണ് വൈക്കം എന്നതാണ് പ്രത്യേകത. ഏകദേശം 2 ആഴ്ച മുമ്പ് പ്രഭാത കേരളം വൈക്കത്തിന്റെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പ്രേക്ഷകരിലേക്ക് വന്നതാണ്. പക്ഷേ ഇന്ന് വൈക്കം സത്യാഗ്രഹം എന്തായിരുന്നു, ആ ചരിത്രത്തിന്റെ പ്രത്യേകത എന്താണ്, കേരള നവോത്ഥാനത്തിന് അത് നൽകിയ സംഭാവന എന്ന അടക്കമുള്ള കാര്യങ്ങൾ സജിത് അത്രത്തോളം പ്രാധാന്യമുണ്ട്. കാരണം ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ നിന്നല്ലാതെ വേറൊരിടത്ത് നിന്നും തുടങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. 2, ഈ കാലഘട്ടത്തിൽ ജാതീയമായ വേർതിരിവുകൾ, അതല്ലെങ്കിൽ സാമുദായികമായ പലതരത്തിലുള്ള മതപരമായ വേർതിരിവുകളും അതിന്റെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അതിനെയൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ
കേരളത്തിലും ഇന്ത്യയിലും എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ വൈക്കം സത്യാഗ്രഹം എല്ലാ മനുഷ്യരും, എല്ലാ സവർണരും അവർണരും എല്ലാം ഒരുമിച്ച് നടന്നൊരു പോരാട്ടം എന്നുള്ള നിലയിൽ നമ്മളൊക്കെ ഓർക്കേണ്ട ദിവസമാണ്, പഠിക്കേണ്ട ദിവസമാണ്, മാതൃകയാക്കേണ്ട ഒരു സംഭവം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും. എന്താണ് വൈക്കം സത്യാഗ്രഹം? അത് കേരള നവോത്ഥാന രംഗത്ത് നൽകിയ മാറ്റങ്ങൾ, ഇടപെടലുകൾ എന്തൊക്കെയാണെന്ന് പുതിയ തലമുറയും ഈ ദിവസം ഉപയോഗപ്പെടുത്തി അവരും മനസ്സിലാക്കട്ടെ. ഇന്ന് പ്രഭാത കേരളവും ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരു പൊതു സന്ദേശവും അത് തന്നെയാണ്. എന്തായാലും പ്രഭാത കേരളം ഇന്ന് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ചരിത്രവും ഈ ചരിത്ര ഭൂമികയുടെ വിശേഷങ്ങളും തന്നെയാണ്. എന്തായാലും മറ്റൊരു ചില വാർത്തകൾ കൂടി സജിത്ത്, ഇതിനോടൊപ്പം തന്നെ പ്രാധാന്യം ഉള്ളതാണ് ഇടുക്കിയിലെ മനുഷ്യരുടെ പ്രശ്നം. പ്രത്യേകിച്ച് അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അരിക്കൊമ്പൻ അനുകൂലമായി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട 13 പഞ്ചായത്തുകളിൽ ഇന്ന് ഇടുക്കിയിൽ ഹർത്താൽ മനുഷ്യർ നടത്തുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. 8 UDF ഉം LDF ഉം ഒരുപോലെ ഈ ഹർത്താലിന്, ജനകീയ ഹർത്താലിന് പിന്തുണ നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അവിടെ ഈ കോടതിയുടെ തീരുമാനമൊന്നും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണ് അവിടുത്തെ സാഹചര്യം. എന്തായാലും അതിലേക്ക് നമ്മൾ പോരേണ്ടതുണ്ട്. ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കേരള സന്ദർശനമുണ്ട്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം, AICCയുടെ അധ്യക്ഷനായതിനു ശേഷം ആദ്യമായി കേരളത്തിലെത്തുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് KPCC വലിയ സ്വീകരണ പരിപാടി ഒരുക്കുന്നുണ്ട്. ഒപ്പം G20 സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഉദ്യോഗസ്ഥതല സമ്മേളനം ഇന്ന് മുതൽ കോട്ടയത്ത് തന്നെ ഇവിടെ സമീപത്തുള്ള കുമരകത്ത് ആരംഭിക്കുന്നു. മധു കേസ് ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. പ്രത്യേകം ഒന്ന് പരാമർശിക്കേണ്ട വിഷയമാണ്. മധു കേസിൽ നിന്ന് നിർണായക ദിവസമാണ്. അതായത് അന്തിമ വിധി എന്ന് പറയുമെന്നതിനൊരു വ്യക്തത ഇന്നുണ്ടാവും. അതായത് ഇന്ന് ആ കേസുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ചില നിരീക്ഷണം കോടതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് അക്കാര്യങ്ങളിലേക്കൊക്കെ വിശദമായി പോവേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഡൽഹിയിൽ പാർലമെന്റിൽ നിന്നും പ്രക്ഷുബ്ധ രംഗങ്ങൾക്ക് വേദിയായേക്കാം എന്ന സൂചനകളുമുണ്ട്. അങ്ങനെ സമഗ്രമായ ഒരു വാർത്താ ദിനത്തിലേക്കാണ് എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. പ്രഭാത കേരളം വൈക്കം സത്യാഗ്രഹ ചരിത്രഭൂമിയിൽ നിന്നും ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി തന്നെ പരിശോധിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. യെസ്, അപ്പോൾ നമ്മൾ പ്രഭാത കേരളം വിശദമായി തന്നെ വാർത്തകളിലേക്ക് അടക്കുകയാണ്. ശ്രീജിത്ത്, നമ്മൾ ആദ്യം പരാമർശിച്ചതുപോലെ തന്നെ ഇടുക്കിയിലേക്ക് തന്നെ നമുക്ക് ഇടുക്കിയിൽ പോകണം. ഇടുക്കിയിൽ വലിയ ജനകീയ പ്രക്ഷോഭം 8 പഞ്ചായത്തുകളിൽ ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതാണ്. പ്രിൻസ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രിൻസ്, വെരി ഗുഡ് മോർണിംഗ് പ്രിൻസ്. ഈ ഇടുക്കിയും അരിക്കൊമ്പനുമാണ് ഇന്ന് വാർത്തകൾ പ്രധാനമായും നിറയുന്ന ഒരു വിഷയം. എന്താണ് ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ കണ്ടതാണ് അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധം. ഇന്നത്തെ ഒരു സാഹചര്യം എന്താണ്? ഈ ഹർത്താൽ ദിനം എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം തന്നെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ പിന്തുണ ഈ സമരത്തിന് ലഭ്യമായിട്ടുണ്ട് അല്ലേ പ്രിൻസ്? തീർച്ചയായും അരിക്കൊമ്പൻ ദൗത്യത്തിനെതിരെയുള്ള കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധമാണ് ഹൈറേഞ്ചിൽ ഉയരുന്നത്. നിലവിൽ ഈ മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ശാന്തൻപാറ, ചിന്നക്കനാൽ, രാജകുമാരി ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ ഹർത്താൽ ആരംഭിച്ചിരിക്കുന്നു. ബാക്കിയുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ സമഗ്രമായ ഒരു പിന്തുണ ഈ ഹർത്താലിനുണ്ട്. ഇതൊരു തോട്ടം മേഖലയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ശാന്തൻപാറ ടൗണിലാണ്. ഈ ഒരു തോട്ടം മേഖലയാണ്. അതിരാവിലെ തന്നെ സജീവമാകുന്ന ഒരു പ്രദേശമാണ്. കാരണം തോട്ടം തൊഴിലാളികളൊക്കെ രാവിലെ തന്നെ ഇവിടെ ജോലിക്കായും മറ്റും എത്തേണ്ട ഒരു പ്രദേശമാണ്. എന്തായാലും ഇവിടെ നിലവിൽ വ്യാപാര സ്ഥാപനങ്ങളൊന്നും തുറന്നിട്ടില്ല. വരും മണിക്കൂറുകളിൽ വലിയ പ്രതിഷേധങ്ങളുമായി ജനങ്ങൾ ഈ മേഖലയിലേക്ക് എത്തും എന്നാണ് കരുതുന്നത്.
ഒപ്പം പൂപ്പാറ, ചിന്നക്കനാൽ, സിംഗകണ്ഠം മേഖലകളിലൊക്കെ സജീവമായി ആളുകൾ പ്രതിഷേധത്തിൽ ഇന്നലെയും കഴിഞ്ഞ രാത്രിയിലുമൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത്. പ്രധാനമായും ഈ കാട്ടാന ആക്രമണം, മതികെട്ടാൻ ചോരയിൽ നിന്നുള്ള കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുന്ന ഈ പ്രദേശങ്ങൾ ശാന്തൻപാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകളും രാജകുമാരി പഞ്ചായത്തിലെ ബി ഡിവിഷൻ മേഖലയുമാണ്. അവിടെ ബി ഡിവിഷൻ മേഖലയും ഒരു ആദിവാസി ജനതകളൊക്കെ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ മേഖല ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിലായിരിക്കും പൂർണ്ണമായും ഹർത്താൽ പൂർണ്ണമായി സജീവമായിരിക്കുക. മറ്റു മേഖലകളൊക്കെ വലിയ പിന്തുണ ഈ ഒരു ഹർത്താലിന് അറിയിച്ചിട്ടുണ്ട്. സമീപ പഞ്ചായത്തുകളായ ഉടുമ്പൻചോലയും സേനാപതിയും രാജാക്കാടും മറ്റ് കാട്ടാന ശല്യവും ഒപ്പം വന്യമൃഗ ശല്യവും ഭീതിയും ഒക്കെ വലിയ തോതിൽ ഉണ്ടാകുന്ന മറയൂർ, വട്ടവട, ദേവികുളം, മൂന്നാർ ഗ്രാമപഞ്ചായത്തുകളുമൊക്കെ ഇതിന് സജീവമായൊരു പിന്തുണ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധങ്ങളിലേക്ക് ജനങ്ങൾ നീങ്ങുന്നു. കാരണം അരിക്കൊമ്പിനെ പിടികൂടും എന്ന് തന്നെയായിരുന്നു നാട്ടുകാരുടെ പ്രതീക്ഷ. കോടതി വിധി അനുകൂലമാകും. ഈ ഏറ്റവും അപകടകാരിയായ ആനയെ ഇവിടുന്ന് പിടിച്ചു മാറ്റപ്പെടും എന്ന് തന്നെയായിരുന്നു ജനങ്ങൾ കരുതിയിരുന്നത്. എന്നാൽ വളരെ നിരാശാജനകമായ ഒരു ഇടപെടലാണ് ഇന്നലെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വലിയ പ്രതിഷേധം ജനങ്ങൾ ഉയർത്തിയിരുന്നു. വനം വകുപ്പിനും സർക്കാരിനുമെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഈ ദിവസങ്ങളിലും വരും ദിവസങ്ങളിലുമൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഹർത്താൽ കൂടുതൽ സജീവമാകും. പ്രതിഷേധ മാർച്ച് അടക്കമുള്ള സമര പരിപാടികളുമായി ജനങ്ങൾ മുൻപോട്ടെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രിൻസ്, നമുക്ക് മറ്റു വിശദാംശങ്ങളിലേക്ക് അടക്കുമ്പോൾ, അതായത് ഈ കോടതിയുടെ ഇന്നലത്തെ ഒരു നിരീക്ഷണ പ്രകാരം വിദഗ്ധ സമിതിയെ നിയോഗിക്കാനാണ് തീരുമാനം. അതായത് അവിടുന്ന് അരിക്കൊമ്പനെ പിടിച്ചു മാറ്റാനുള്ള കോടതി അനുമതിക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടൊക്കെ വരേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ നീണ്ടുപോകും. അപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം ഇന്നത്തെ ഈ ഹർത്താലിന് അപ്പുറത്തേക്ക് ഏതു തരത്തിൽ നീങ്ങാനാണ് സാധ്യത പ്രിൻസ്? സജിത്ത്, ഇന്നലെ തന്നെ ജനങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ചിന്നക്കനാൽ സിംഗകണ്ഠത്തിൽ നിന്നും, അതായത് കാട്ടാന ശല്യം വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് സിംഗകണ്ഠം. ഒരു ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ വലിയ തോതിൽ താമസിക്കുന്ന ഒരു മേഖലയാണ്. എല്ലാ ദിവസവും തന്നെ കാട്ടാനകൾ ഇറങ്ങുന്ന പ്രദേശമാണ് സിംഗകണ്ഠം. അവിടെ നിന്ന് ചിന്നക്കനാലിലേക്ക് അവരൊരു പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. വനം വകുപ്പിൻ്റെ ഓഫീസിൽ ബാരിക്കേഡ് തകർക്കുകയും കുങ്കിയാനകളെ താമസിപ്പിക്കുന്ന കുങ്കിയാന താവളത്തിലേക്ക് കടന്നു കയറാനൊക്കെ ആളുകൾ ശ്രമിച്ചിരുന്നു. എന്തായാലും ശക്തമായ പ്രതിഷേധങ്ങൾ, സമര പരിപാടികളും പ്രതിഷേധ യോഗങ്ങളും മാർച്ചുകളുമൊക്കെ നടത്തുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഒപ്പം കാട്ടാന ആക്രമണങ്ങൾ, വനം വകുപ്പിന് ഓഫീസുകളുടെ സമീപത്തൊക്കെ വലിയ പ്രതിഷേധങ്ങളുണ്ടാകും. ഇന്ന് ദേശീയപാത ഉപരോധമടക്കം, അതായത് ഈ മേഖലയിലെ പ്രധാന വ്യാപാര കേന്ദ്രമായി പൂപ്പാറയിൽ പ്രധാന പാതകളെല്ലാം, അതായത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയും കുമ്പളി മൂന്നാർ നെടുങ്കണ്ടം പാതയും രാജാക്കാട് പാതയും ഒക്കെ ഉപരോധിച്ചുകൊണ്ടുള്ള സമരമായിരിക്കും ഇന്ന് നടക്കുന്നത്. പ്രധാനമായും തമിഴ്നാട് ബോഡിമെട്ട് വഴിയുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടും. ചരക്ക് ഗതാഗതം തടസ്സപ്പെടും. ഒപ്പം തമിഴ്നാട്ടിൽ നിന്ന് തോട്ടം തൊഴിലാളികൾ കടന്നു വരുന്നതും തടസ്സപ്പെടുന്നതോടെ മേഖലയിലെ തോട്ടം മേഖലയും നിശ്ചലമാകും. വിനോദസഞ്ചാരികൾക്കും തമിഴ്നാട്ടിൽ നിന്ന് കടന്നു വരുന്ന ബോഡിമെട്ട് പാത വഴി വരുന്ന വിനോദസഞ്ചാരികൾക്കും ഇന്നേക്ക് അവരുടെ യാത്രയും ഇന്ന് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശക്തമായൊരു പ്രതിഷേധം ജനങ്ങൾ ഉയർത്തും. കാരണം കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപിൽ വലിയ പ്രതിഷേധങ്ങൾ ജനങ്ങൾ ഉയർത്തിയിരുന്നു. അതായത് ഫോറസ്റ്റ് വാച്ചർ ശക്തിവേലിന്റെ മരണത്തെ തുടർന്ന് 2 തവണ ഫോറസ്റ്റ് ദേശീയപാത ഉപരോധിക്കുകയും ഒപ്പം ശാന്തൻപാറയിലെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ നിന്നാണ് തുടർന്ന് വനം വകുപ്പും വനം മന്ത്രിയുമൊക്കെ ഇത്തരത്തിലുള്ളൊരു നടപടികളിലേക്ക്, അരിക്കൊമ്പനെ പിടികൂടുന്നതടക്കമുള്ള ഒരു നടപടിയിലേക്ക് കടന്നു വന്നത്. അതിനുള്ള നടപടികളെല്ലാം വനം വകുപ്പ് പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷത്തിൽ, അതായത് ഇന്ന് ദൗത്യം നടപ്പിലാക്കാൻ സാധിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. ഇന്ന് രാവിലെ, അതായത് കോടതി വിധി അനുകൂലമാകുമായിരുന്നെങ്കിൽ ഇന്ന് രാവിലെ 4 മണി മുതൽ ദൗത്യം ആരംഭിക്കുമായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ അതെല്ലാം പ്രതീക്ഷകളെല്ലാം ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം ജനങ്ങൾ ഉയർത്തുമെന്നാണ് കരുതുന്നത്. സജിത്ത്, പ്രിൻസ്, ഒപ്പം തന്നെ ഈ ഇടുക്കിയിലെ ജനങ്ങളെ സംബന്ധിച്ച് സമരം ചെയ്യാൻ പ്രത്യേകിച്ച് അവർക്ക് ഒരുപാട് ശീലങ്ങളുള്ളതാണ്. മുല്ലപ്പെരിയാറിന്റെയൊക്കെ വലിയ സമരങ്ങളുടെ ചരിത്രം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കോടതി വിധിയൊന്നും ഇനി പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നില്ല. അങ്ങനെയെങ്കിൽ ഇനിയുള്ള സമരങ്ങളെ കൂടി നേരിടേണ്ടി വരും. പോലീസും ഒപ്പം തന്നെ വനം വകുപ്പും ഒക്കെ എത്രത്തോളം ആസൂത്രണം ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്?
സർക്കാരിന്റെ ഒരു തുടർ നീക്കമൊക്കെ ഈ സമരങ്ങളെയൊക്കെ നേരിടാനുള്ള നീക്കങ്ങൾ എങ്ങനെയാകും എന്ന് കരുതേണ്ടി വരും പ്രിൻസ്? സജിത്ത്, പ്രധാനമായും ഈ മേഖലയിൽ വലിയ സമരങ്ങൾ, അതായത് ഭൂപ്രശ്നങ്ങളടക്കമുള്ള സമരങ്ങൾ, മുല്ലപ്പെരിയാർ ഭൂപ്രശ്നങ്ങൾ സമരങ്ങൾ സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അതായത് പ്രത്യേകിച്ചും ഉടുമ്പൻചോല താലൂക്കിൽ ഭൂസമരങ്ങളൊക്കെ മിക്കപ്പോഴും നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ഒരു സമരത്തിലേക്ക് വരുമ്പോഴും ഇന്നലെ തന്നെ കുങ്കിയാന താവളത്തിലേക്ക് ആളുകൾ ഇരച്ചു കയറുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ശാന്തൻപാറ പോലീസിന്റെ നേതൃത്വത്തിലാണ് അവിടെ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. എങ്കിലും വനംവകുപ്പിന്റെ ഒരു പ്രതീക്ഷ ഇന്നലെ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാൻ ഇന്ന് തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമെന്നതായിരുന്നു. എന്നാൽ ഇതെല്ലാം തെറ്റിയൊരു സാഹചര്യത്തിൽ വനംവകുപ്പും അതിൻ്റെതായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും കുങ്കിയാനകളെയൊക്കെ ഇവിടെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പോലീസ് ശക്തമാണ്. ഇന്നലെ രാവിലെ തന്നെ ശാന്തൻപാറ ടൗണിലടക്കം പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം പൂപ്പാറ, ചിന്നക്കനാൽ മേഖലകളിലൊക്കെ പോലീസിന്റെ ശക്തമായ ഒരു നിരീക്ഷണമുണ്ട്. വരും ദിവസങ്ങളിലുമൊക്കെ ഈ സമരം തുടരാനൊരു സാഹചര്യമാണുള്ളത്. കാരണം ജനപ്രതിനിധികളും എല്ലാ പൊതുപ്രവർത്തകരും എല്ലാം ശക്തമായ പിന്തുണ നൽകിയിരിക്കുന്നു. കോൺഗ്രസും ഒപ്പം CPIയും എല്ലാം ശക്തമായ പിന്തുണ നൽകിയിരിക്കുന്നു. ഈ മേഖലകളിലെ ജനപ്രതിനിധി MLA-മാരടക്കമുള്ളവരെല്ലാം ഇടതുപക്ഷ MLA-മാരാണ്. അപ്പം മിക്ക പഞ്ചായത്തുകളും ഭരിക്കുന്നതും ഈ ഇടതുപക്ഷത്തിൻ്റെയും ഭരണസമിതികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തന്നെ ഒരു, അതായത് ഭരണകക്ഷിയുടെ തന്നെ ഒരു പിന്തുണ ഈ ജനകീയ ഹർത്താലിനും ജനകീയ സമരങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയരും. അപ്പോൾ ശക്തമായ ഒരു നിരീക്ഷണവും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതേണ്ടത്. എന്തായാലും വരും മണിക്കൂറുകളിലൊക്കെ വലിയ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് ഈ തോട്ടം മേഖല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സജിത്ത്, ശ്രീജിത, എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ സർക്കാരിന് കോടതി ഉത്തരവ് പാലിക്കേണ്ടതുണ്ട്. പക്ഷേ സർക്കാരും ഈ ജനങ്ങളുടെ വികാരത്തിനൊപ്പമാണ്, അവരുടെ മനസ്സിൽ ഏറെക്കുറേയും തോന്നുന്നു. പക്ഷേ സർക്കാരിന് എന്തായാലും കോടതി ഉത്തരവ് പാലിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ മൃഗസേനികളായ ഈ കോടതിയിൽ ഹർജി നൽകിയ അവരുടെ വികാരം കൂടി സ്വാഭാവികമായും സർക്കാരിന്. അതായത് സജിത്ത്, ഈ വിഷയത്തിൽ ഇപ്പോൾ PT7 പിടിക്കുന്ന സംഭവം ഉണ്ടാകുന്നു. അതിനുശേഷം കോടതിക്കും ഇതിൽ ചില സംശയങ്ങൾ, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പിടികൂടി, അതാണ് കോടതിയുടെ ഒരു നീക്കങ്ങളെല്ലാം കുറച്ചുകൂടി, അതായത് ഇതൊരു പെട്ടെന്ന് അരിക്കൊമ്പനിൽ തീരുന്ന ഒരു പ്രശ്നമല്ല എന്ന് കണ്ടതോടുകൂടിയാണ് ഇതിലൊന്ന് കാര്യമായി ഇടപെടണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 29-ാം തീയതി വരെ കോടതി ആ കേസ് അന്ന് മാറ്റിവെക്കുന്നു, പിന്നെയും അത് നീട്ടിവെക്കുന്നു. നിങ്ങൾ അങ്ങനെ തിരക്കൊന്നും കാണിക്കണ്ട എന്നൊരു അവസ്ഥയിലേക്ക് സർക്കാർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നല്ല ഇങ്ങനെ ഒരു കോടതി ഇടപെടൽ ഉണ്ടാകും. കാരണം അത്രയധികം ജനവാസ മേഖലയിൽ അക്രമം നടത്തുന്ന ഒരു ആന കൂടിയാണ്. അപ്പൊ കോടതി അതിൽ കയറി ഇത്രയധികം ഇടപെടും എന്നൊരു പ്രതീക്ഷ വനംവകുപ്പിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പ്രിൻസ്, ഒരു കാര്യം കൂടി, ഇന്ന് ഈ ഹർത്താലും നീക്കങ്ങളും ഒക്കെ ഏത് തരത്തിൽ പ്രകടമാവാനാണ് സാധ്യത? കാരണം ഇപ്പോൾ സമയം 7 മണി. ഇനി അങ്ങോട്ട് എപ്പോഴേക്കായിരിക്കും ഈ പ്രകടനം പോലെയുള്ള, അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് നമ്മൾ കണ്ട പോലെ കൂടുതൽ രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാനുള്ള സാധ്യത? വനംവകുപ്പിനെതിരെയും ആ തരത്തിൽ പ്രതിഷേധം ജനങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ടോ? ഒപ്പം തന്നെ പ്രിൻസ്, ജനങ്ങളുടെ പ്രതികരണം അവിടെ നിന്ന് ലഭ്യമാക്കാൻ കഴിയുമെങ്കിൽ അതുകൂടി ലഭ്യമാക്കുമോ? സജിത്ത്, തീർച്ചയായും വരും മണിക്കൂറുകൾ ഹർത്താൽ പൂർണ്ണമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അതിരാവിലെ തന്നെ സജീവമാകുന്ന മേഖലകളാണ് ഇവിടം. കാരണം തോട്ടം മേഖലകളാണ്. തൊഴിലാളികളൊക്കെ രാവിലെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉള്ളതിനാൽ അതിരാവിലെ തന്നെ ഈ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തുറക്കേണ്ടതാണ്. ഇവിടെ ഒന്നും ഇപ്പോൾ സ്ഥാപനങ്ങളൊന്നും തുറന്നിട്ടില്ല. ഏകദേശം 1 മണിക്കൂറിന് ശേഷം 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ ദേശീയോപരോധ ഉപരോധമടക്കമുള്ള സമരങ്ങൾ ഉണ്ടാകും. ഒരു 10 മണിക്ക് ശേഷം പൂപ്പാറയിൽ വലിയ ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ വലിയ പ്രതിഷേധമാണ് മേഖലയിലെ. കാരണം ഈ ഇടുക്കിയിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാനകൾ സജീവമായി ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ആനക്കുളത്തൊക്കെ കാട്ടാന ഉല്ലസിക്കുന്ന അല്ലെങ്കിൽ നീന്തൽ കുളിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ മൂന്നാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും പടയപ്പ പതിവായി ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ ആനകളൊന്നും വലിയ തോതിൽ ആക്രമണകാരികളല്ല. മാങ്കുളത്തൊക്കെ എല്ലാ ദിവസവും തന്നെ, വേനൽക്കാലമാകുമ്പോൾ മാങ്കുളത്തൊക്കെ എല്ലാ ദിവസവും തന്നെ ആന കുളിക്കുന്നതിനും മറ്റുമായി ജനവാസ
മേഖലയിലേക്കാണ് കടന്നു വരുന്നത്. പക്ഷേ അവിടെയൊന്നും ആന ആക്രമണകാരികളല്ല. പക്ഷേ മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിൽ ഇതിലോട് ചേർത്ത് കിടക്കുന്ന ആനകളാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മറയൂർ മേഖലയിലുമൊക്കെ ആന ഇറങ്ങുന്നുണ്ടെങ്കിലും അത് എല്ലാ ദിവസവും ഇറങ്ങുന്ന ഒരു സാഹചര്യമൊന്നുമില്ല. എന്നാൽ മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ശാന്തൻപാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകളുടെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. കാരണം പ്രത്യേകിച്ചും അരിക്കൊമ്പൻ എല്ലാ ദിവസവും തന്നെ ഇറങ്ങുന്നു. മിക്ക ദിവസങ്ങളിലും ആക്രമണം നടത്തുന്നു, വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അതുകൊണ്ട് മറ്റൊരു ആനകളിൽ നിന്നുള്ള സാഹചര്യങ്ങളല്ല ഇവിടെ ഉള്ളത്. അതായത് ഇടുക്കി വനമേഖലയിൽ നിന്നും ഈ മതികെട്ടാൻ ചോലയേക്കാൾ കൂടുതൽ കാട്ടാനകൾ അധിവസിക്കുന്ന ഇടുക്കി വനമേഖല, പെരിയാർ ടൈഗർ റിസർവ്, ഇവിടങ്ങളിലൊക്കെ ഈ കാട്ടാന ശല്യങ്ങൾ വളരെ ഉണ്ടാകാറുണ്ടെങ്കിലും അത് താരതമ്യേന വളരെ കുറവാണ്. എന്നാൽ മതികെട്ടാൻ ചോലയിലെ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. എല്ലാ ദിവസവും തന്നെ, അത് പ്രത്യേകിച്ചും തോട്ടം തൊഴിലാളികളും ആദിവാസി ജനതയുമൊക്കെ അധിവസിക്കുന്ന ഒരു മേഖലയാണ്. സാധാരണക്കാരായ മനുഷ്യരാണ്, വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത മനുഷ്യരാണ്. അവരുടെ ദൈനംദിന ചെലവുകൾ പോലും ചെലവുകൾ പോലും ഇല്ലാതാകുന്ന ഒരു സാഹചര്യം. പലപ്പോഴും വീട് തകർക്കപ്പെടുന്നതുകൊണ്ട് തന്നെ അവർ ആയുസ് കൊണ്ട് കെട്ടിപ്പൊക്കിയ വീടുകളൊക്കെ നിമിഷ നേരം കൊണ്ട് ആന ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമൊക്കെ വലിയ പ്രതിഷേധത്തിലേക്ക് ഇടവരുത്തും. സജിത്ത്. അപ്പൊ പ്രിൻസ്, എന്തായാലും വരുന്ന മിനിറ്റുകളിൽ ജനങ്ങളുടെ അടക്കം ഈ ഹർത്താലിന്റെ അവിടുത്തെ പ്രതിഷേധത്തിന്റെ കൂടുതൽ കാഴ്ചകളും പ്രതികരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് പ്രഭാത കേരളത്തിൽ തന്നെ കൂടുതൽ അവിടുത്തെ പ്രതികരണം ഉൾപ്പെടുത്താൻ കഴിയും. പ്രിൻസ് അവരുടെ അടുത്തേക്ക് ചെല്ലുക, അവരുടെ അഭിപ്രായങ്ങൾ തേടുക. അപ്പൊ നമുക്ക് മറ്റൊരു വാർത്ത നോക്കിയ ശേഷം മടങ്ങി വരാം. നമുക്ക് പോകാനുള്ളത് പാലക്കാടേക്കാണ്. പാലക്കാട് വളരെ കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു വലിയ സംഭവത്തിന്റെ, ഒരു നീതി തേടിയുള്ള സമരത്തിന്റെ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. അട്ടപ്പാടി മധു കൊലക്കേസ്. ആ കേസിന്റെ അന്തിമവാദം പൂർത്തിയായി. ഇനി ഇന്ന് കോടതി ആ കേസ് പരിഗണിക്കുന്നുണ്ട്. ഒരുപക്ഷെ വിധി എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ ഇന്ന് തീരുമാനം ഉണ്ടായേക്കും. പ്രസാദാണ് പാലക്കാട് നിന്നും ചേരുന്നു. പ്രസാദ്, ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ ഈ വാർത്ത ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് പ്രസാദ് കണ്ടതാണ് ആ കുടുംബത്തിന്റെ നീതി തേടിയുള്ള പോരാട്ടവും കേരള മനസ്സാക്ഷിയുടെ ഇടപെടലും പിന്നീട് ഈ കേസിൽ നടന്ന അട്ടിമറി ശ്രമങ്ങളും ഒക്കെ, സാക്ഷികളുടെ കൂറുമാറ്റം ഒക്കെ പലതവണ നമ്മൾ വാർത്തയാക്കിയിട്ടുമുള്ളതാണ്, ചർച്ച ചെയ്തിട്ടുമുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഈ വിചാരണയും എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കോടതിയിൽ ഇന്ന് ഈ വിഷയം വരുമ്പോൾ അന്തിമ വിധിയുടെ തീയതി പ്രഖ്യാപിക്കാനാണോ സാധ്യത? മറിച്ച് ഈ വിധി സംബന്ധിച്ച ചില പരാമർശങ്ങളെങ്കിലും കോടതിയിൽ നിന്നും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ പ്രസാദ്? ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് സജിത്ത് പറഞ്ഞതുപോലെ അന്തിമ വിധിയുടെ തീയതി പറയാനാണ് ഏറെ സാധ്യത എന്നുള്ളതാണ്. മാർച്ച് 18-നായിരുന്നു ഇതിനു മുമ്പ് കോടതി ഈ കേസ് പരിഗണിച്ചത്. അന്ന് കോടതി പറഞ്ഞിരുന്ന അന്തിമവാദം കഴിഞ്ഞതിന് ശേഷം മാർച്ച് 18-ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ വിധി എഴുതുന്നതിന് അല്പം സമയം വേണം എന്നുള്ളത് അന്ന് അഭിഭാഷകരോട്, പ്രോസിക്യൂഷൻ ഉൾപ്പെടെ ജഡ്ജി പരാമർശിച്ചിരുന്നു. അതേ തുടർന്നാണ് വീണ്ടും 30-ാം തീയതിയിലേക്ക് ഈ കേസ് മാറ്റുന്നത്. ഇന്ന് ഏറെക്കുറെ വിധി പറയും എന്നൊരു സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് വിധി പറയാൻ 2 ദിവസം കൂടി സാവകാശം കോടതി എടുത്തേക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. നേരത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഒടുവിൽ ഇതിന്റെ വിചാരണ നടപടികളെല്ലാം തന്നെ നടന്നിരുന്നത്. കോടതി മാർച്ച് 31-ന് വിധി പറയണം അല്ലെങ്കിൽ മാർച്ച് 31-ന് കേസ് പരിഗണിക്കണം എന്ന രീതിയിലുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ സാവകാശം ജഡ്ജി തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും വളരെ നിർണായകമായ ഒരു കേസ് അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ സംഭവം നമുക്ക് വലിയ തോതിൽ തലകുനിക്കേണ്ടി വന്ന ഒരു സംഭവമാണ്. ഇതിന്റെ വിചാരണ 2018 ഫെബ്രുവരി 22-നാണ് ഈ കേസ് നടന്നത്. 90 ദിവസത്തിനകം തന്നെ പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ പോലും പിന്നീട് ഇതിൽ ഒരു ഘട്ടത്തിൽ പോലും അതിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. മധുവിന്റെ കുടുംബം പിന്നീട് വലിയ തോതിലുള്ള സമരവും അതോടൊപ്പം തന്നെ നിവേദനങ്ങൾ നൽകുകയും ബന്ധപ്പെട്ട അധികാരികളിൽ നിവേദനം എത്തിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. 2022-ലാണ് ഈ കേസിന്റെ വിചാരണ നടപടികൾ പിന്നീട് ആരംഭിക്കുന്നത്. 2022 മാർച്ച് 17-ന് പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. അതിനുശേഷം വിചാരണ നടപടികൾ തുടങ്ങിയതോടുകൂടി ഏപ്രിൽ 28-ന് വിചാരണ നടപടികൾ ആരംഭിച്ചു. പക്ഷേ തുടക്കത്തിൽ തന്നെ സാക്ഷികൾ കൂറുമാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇതിൽ കണ്ടത്. സാക്ഷികൾ കൂറുമാറി തുടങ്ങിയതോടുകൂടി വലിയ തോതിലുള്ള ആശങ്ക മധുവിന്റെ കുടുംബത്തിനും പ്രോസിക്യൂഷനും എല്ലാം തന്നെ ഉണ്ടായി. ഹൈക്കോടതി തന്നെ ഈ മധുവിന്റെ അമ്മ ഹൈക്കോടതി സമീപിക്കുകയും വിചാരണ
സ്റ്റേ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം ഉൾപ്പെടെ സാക്ഷികൾക്ക് സംരക്ഷണം നൽകുന്നതിനുൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നത്. പിന്നീടും അതായത് ഇത്തരത്തിൽ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം ഉണ്ടായിട്ടും ചില സാക്ഷികൾ കൂറുമാറുന്നു. വനംവകുപ്പ് ജീവനക്കാരുൾപ്പെടെ മധുവിനെ വനത്തിൽ നിന്നും പിടിച്ചുകൊണ്ടുവരുന്നത് കണ്ട മുക്കാലി ആനവായി ചെക്ക് പോസ്റ്റിലെ അവിടുത്തെ ജീവനക്കാരുൾപ്പെടെ കൂറുമാറുന്ന ഒരു സാഹചര്യം. 24 സാക്ഷികളാണ് ഈ കേസിൽ കൂറുമാറിയത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. 103 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചതിൽ 24 സാക്ഷികൾ കൂറുമാറി. പക്ഷേ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അതിൽ 77 പേർ അനുകൂലമായി നിന്നു എന്നുള്ളത് തന്നെയാണ്. ഒരിക്കൽ കൂറുമാറിയ ഒരു സാക്ഷി അദ്ദേഹം പിന്നീട് കോടതിയിൽ എത്തി തന്റെ മൊഴി തിരുത്തുകയും പ്രോസിക്യൂഷൻ അനുകൂലമായി സാക്ഷി പറയുകയും ചെയ്ത അപൂർവമായ സംഭവവും ഇതിനകത്തുണ്ടായിരുന്നു. സാക്ഷി വിസ്താരത്തിനിടെ വളരെ നാടകീയ സംഭവങ്ങൾ കോടതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒരു സാക്ഷി സുനിൽകുമാർ എന്ന് പറയുന്ന സാക്ഷി അവിടെ വീഡിയോ ഈ മധുവിനെ പിടിച്ചുകൊണ്ടുവന്ന് മുക്കാലിയിൽ വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തുന്നതിന്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അതിന് സാക്ഷിയായ ഒരാൾ തനിക്ക് ആ വീഡിയോ കോടതിക്കകത്ത് പ്രദർശിച്ചപ്പോൾ പോലും അത് കാണുന്നില്ല എന്ന് പറയുന്ന അപൂർവ സംഭവം. അതായത് അദ്ദേഹത്തിന് മറ്റെല്ലാം കാണാം, ഈ വീഡിയോ മാത്രം കാണുന്നില്ല എന്നൊരു അപൂർവ സംഭവം ഉണ്ടായി. അങ്ങനെ കോടതി തന്നെ ഇടപെട്ട് അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി പരിശോധിക്കാൻ നിർദ്ദേശിക്കുകയും കാഴ്ചശക്തി പരിശോധിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് ജില്ലാ ആശുപത്രിയിൽ നിന്നും അതിന്റെ മെഡിക്കൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. അങ്ങനെ അപൂർവങ്ങളായ നാടകീയമായ ഒട്ടേറെ സംഭവങ്ങൾ ഈ സാക്ഷി വിസ്താര വേളയിൽ നടന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. എന്തായാലും പ്രോസിക്യൂഷൻ ഇപ്പോൾ ആത്മവിശ്വാസത്തിലാണ്. അവരുടെ ഭാഗം വളരെ കൃത്യമായി അവരെ കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ 16 പ്രതികളാണുള്ളത്. 16 പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം ഉൾപ്പെടെ നിലനിൽക്കുമോ എന്നുള്ളതെല്ലാമാണ് നമുക്കിനി അറിയേണ്ടത്. എന്തായാലും ഈ കേസിൽ വലിയ പ്രതീക്ഷ മധുവിന്റെ കുടുംബവും വെക്കുന്നു. തുടക്കത്തിലുണ്ടായിരുന്ന ഇത്തരം ആശങ്കകളെല്ലാം പിന്നീട് പ്രോസിക്യൂഷൻ അത് വളരെ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു തൃപ്തിയും മധുവിന്റെ കുടുംബത്തിനും അതോടൊപ്പം തന്നെ അവർക്കൊപ്പം നിൽക്കുന്ന സംഘടനകൾക്കും എല്ലാം തന്നെയുണ്ട്. അഡ്വക്കേറ്റ് രാജേഷ് എം മേനോനാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി. അതായത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിലും സംഭവങ്ങളായിരുന്നു. ആദ്യം നിയമിച്ച 3 പേരും ഇതിൽ 4ാമത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഇപ്പോൾ കേസിൽ വിസ്താരം നടത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് രാജേഷ് എം മേനോൻ. മറ്റ് 3 പേരും ഇത് പിന്നീട് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 3ാമത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹൈക്കോടതി അഭിഭാഷകൻ കൂടിയായ രാജേന്ദ്രൻ, അദ്ദേഹം നിൽക്കുന്ന സമയത്താണ് ഈ കൂറുമാറ്റം നടക്കുന്നത്. അങ്ങനെ മധുവിന്റെ കുടുംബം തന്നെ ആവശ്യപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ മാറ്റുകയും രാജേഷ് എം മേനോൻ പിന്നീട് 4ാമത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ഈ കേസിൽ വരികയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. എന്തായാലും പറയുന്ന പോലെ നമ്മളെല്ലാം കാത്തിരിക്കുകയാണ് വിധി. ഇന്നിപ്പോൾ എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു നിർണായക പരാമർശം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. 11 മണിക്ക് തന്നെ കോടതി തുടങ്ങുമ്പോൾ ഈ കാര്യം കോടതി ആദ്യം തന്നെ ഈ കേസ് എടുക്കും എന്ന് തന്നെ നമ്മൾ കരുതുന്നു. അടുത്ത ദിവസം തന്നെ, വേറെ വൈകാതെ തന്നെ, ഒരുപക്ഷെ അടുത്ത ആഴ്ചയോ എല്ലാം വിധി ഉണ്ടാകും. അതെല്ലാം എന്തായാലും കോടതിയാണ് അക്കാര്യങ്ങളെല്ലാം തന്നെ പറയേണ്ടത്. എന്തായാലും കാത്തിരിക്കുകയാണ് മധുവിന്റെ കുടുംബം. മുഴുവൻ പ്രതികൾക്കും ശിക്ഷ കിട്ടും എന്ന് തന്നെയാണ് അവരുടെയും പ്രതീക്ഷ. പ്രസാദ്, ഒരു കാര്യം കൂടി, അതായത് ഇത് മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം, ആ കേസ്, അതുണ്ടാക്കുന്ന വാർത്തകൾ, അതൊക്കെ വൈകാരിക തലത്തിൽ പൊതുവിൽ കേരള മനസ്സാക്ഷിയെയും വാർത്തകളിലൊക്കെ നിറച്ചിട്ടുമുണ്ടാവാം. പക്ഷെ അതിനുശേഷം ഇത് നിയമ നടപടികളിലേക്ക് വരുമ്പോൾ കോടതിക്ക് മുന്നിൽ മറ്റു ചില പരിഗണനകൾ കൂടിയും തെളിവുകളും ഒക്കെ വേണ്ടി വരുമല്ലോ. ആ തരത്തിൽ പ്രോസിക്യൂഷൻ എത്ര കണ്ട് പ്രിപ്പയർഡ് ആയിരുന്നു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഈ കേസിൽ അട്ടിമറി ശ്രമങ്ങൾ തുടക്കം മുതൽ തന്നെ സംശയിക്കപ്പെട്ടിരുന്നു. പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം, ഒപ്പം തന്നെ ഈ പ്രോസിക്യൂട്ടർമാർക്ക് സർക്കാർ പണം പോലും കൊടുക്കുന്നില്ല എന്ന ആരോപണങ്ങളൊക്കെ ഉയർന്നതുമാണ്. അതുകൊണ്ട് ഈ പ്രോസിക്യൂഷൻ എത്ര കണ്ട് സമഗ്രമായി മുന്നേറാൻ കോടതിയിൽ കഴിഞ്ഞു എന്ന ചോദ്യം ഉയരും. അപ്പോൾ ഇതിന്റെ വൈകാരിക തലത്തിനപ്പുറത്തേക്ക് നിയമപരമായ പോരാട്ടത്തിൽ വാർത്തകൾക്കപ്പുറം വസ്തുതകൾ വേണം, തെളിവുകൾ വേണം. അത് സമഗ്രമായി അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ടോ പ്രസാദ്? ഇത് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ഈ കേസ് പരിശോധിക്കുമ്പോൾ ഇതിന്റെ വിസ്താരവേളയിലെല്ലാം തന്നെ അത് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. കാരണം ഇതിലെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി നേരിട്ടിരുന്നത് മധുവിനെ പിടിച്ച് കൊണ്ടുവന്ന അജമല എന്ന് പറയുന്ന അട്ടപ്പാടിയിലെ മുക്കാലിക്ക് സമീപത്തുള്ള ഒരു വനത്തിന്റെ ഉള്ളിൽ നിന്നാണ്. ഈ വനത്തിന്റെ ഉള്ളിൽ നിന്നും മുക്കാലി വരെ, അതായത് മുക്കാലി എന്ന് പറയുന്ന അട്ടപ്പാടിയിലെ ഒരു സ്ഥലം വരെ ആണ് ഈ മധുവിനെ പിടിച്ചുകൊണ്ടുവരികയും അതിനിടെ മർദ്ദിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത്.
ഇതിൽ തുടക്കത്തിൽ മധുവിനെ പിടിച്ച സ്ഥലത്ത്, വനത്ത് നിന്ന് പിടിച്ച സ്ഥലത്ത് മറ്റ് ദൃക്സാക്ഷികളോ അല്ലെങ്കിൽ സാക്ഷികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ പ്രോസിക്യൂഷന് അനുകൂലമായി മാറിയത് ഇതേ പ്രതികൾ തന്നെ പുറത്തുവിട്ടിട്ടുള്ള അവരുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ്. അങ്ങനെയാണ് ഇതിൽ നമ്മളെല്ലാം തന്നെ ഞെട്ടിപ്പോയി. മധുവിന്റെ കൈകൾ മുന്നിലേക്ക് കെട്ടി അങ്ങനെ മധുവിനെ നടത്തിച്ചു കൊണ്ടുവരുന്നതും മധുവിനെ അവിടെ പിടിച്ചു നിർത്തുന്നതും എല്ലാമുള്ള ചിത്രങ്ങൾ പ്രതികൾ തന്നെയാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്നത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പ്രതികൾ തന്നെ പുറത്തുവിടുകയും പിന്നീട് ഇത് കേസായി മാറിയപ്പോൾ പ്രതികൾ അവരുടെ ഫോണിൽ നിന്നതെല്ലാം ഡിലീറ്റ് ചെയ്തെങ്കിൽ പോലും പോലീസ് അത് ഡിജിറ്റൽ തെളിവുകൾ പിന്നീട് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഇവർ പറയുന്ന സ്ഥലത്ത്, അതായത് മുക്കാലി ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ, മുക്കാലിയിൽ മധുവിനെ നിർത്തുകയും മുക്കാലിയിൽ വെച്ച് മധുവിനെ മർദ്ദിക്കുകയും ചെയ്യുന്നതിന്റെ CCTV ദൃശ്യങ്ങളെല്ലാം കോടതിയിൽ കാണിച്ചിരുന്നു. മുക്കാലിയിൽ വെച്ച് മധുവിനെ ആൾക്കൂട്ട വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു പ്രതി, ഒന്നാം പ്രതി, ഒരു സ്ഥലത്ത് നിന്നും, അദ്ദേഹത്തിന്റെ പാക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വന്ന് മധുവിനെ ചവിട്ടുകയാണ്. മധുവിനെ ചവിട്ടി ആ ചവിട്ടേറ്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്ര ഭണ്ഡാരത്തിലേക്ക് തലയിടിച്ച് വീണ് ആണ് അതാണ് ഈ തലയിടിച്ച് വീണതാണ് മരണകാരണം എന്നുള്ളതാണ് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പം കൃത്യമായി എങ്ങനെയാണ് മധുവിനെ കൊണ്ടുവന്നത്, മധുവിനെ ആൾക്കൂട്ട വിചാരണ നടത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ, മധുവിനെ മർദ്ദിച്ചതിന്റെ, അതായത് ഈ നിർണായകമായി സംഭവം ഉണ്ടായതിന്റെ CCTV ദൃശ്യങ്ങൾ, അതെല്ലാം കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. പോലീസും ഈ കാര്യത്തിൽ കൃത്യമായി തെളിവുകൾ ശേഖരിക്കാൻ, പോലീസിന് പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ സാക്ഷികളെ ഈ പ്രതികൾക്ക് തുടക്കത്തിൽ അവരെ അറസ്റ്റ് ചെയ്ത് പിന്നീട് അവർ ജാമ്യത്തിൽ വരുന്ന ഘട്ടത്തിൽ ഈ ജാമ്യത്തിൽ കൊണ്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതികൾ ശ്രമിച്ചതിന്റെ തെളിവുകളും കോടതിയിൽ ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഓരോ സാക്ഷിയും 100-ലേറെ തവണ ഇവർ വിളിച്ചു സ്വാധീനിക്കുകയും, അതാണ് നമ്മൾ പറഞ്ഞത്, 24 സാക്ഷികൾ, ഇതിൽ മധുവിന്റെ ബന്ധുക്കൾ വരെ കൂറുമാറുന്ന ഒരു സാഹചര്യമുണ്ടായി. മധുവിന്റെ അമ്മയ്ക്കും സഹോദരിക്കും കേസിൽ നിന്ന് പിന്മാറിയാൽ പണം വാഗ്ദാനം ചെയ്തും ഭീഷണിപ്പെടുത്തിയും എല്ലാം തന്നെ സംഭവങ്ങളുണ്ടായി. ആ കേസെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം മധുവിന്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയ കേസിൽ 2 പേർ അറസ്റ്റിലാവുകയും പിന്നീട് അവർ ജാമ്യത്തിലാവുകയാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് പണം വിതരണം ചെയ്തു എന്ന് സംശയിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ 35 ലക്ഷം രൂപയാണ് പോലീസ് അന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. പിന്നീട് അവർക്ക് അതിന്റെ സോഴ്സ് കാണിക്കാനോ അല്ലെങ്കിൽ അത് എന്തിനുള്ള പണമാണോ എന്ന് വ്യക്തമാക്കാനോ ഒന്നും തന്നെ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന്റെ ഭാഗത്ത് നിന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രോസിക്യൂഷൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന്റെ ഭാഗത്ത് നിന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നെല്ലാം വളരെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായി എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷെ തുടക്കത്തിൽ ഒരു പ്രതിസന്ധി നേരിട്ടിരുന്നത് ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതല്ല, CPM-ലെയും BJP-ലെയും മുസ്ലിം ലീഗിലെയും എല്ലാം പ്രവർത്തകരും അനുഭാവികളും എല്ലാം അടങ്ങുന്ന ആളുകൾ ഇതിനകത്ത് പ്രതികളായി മാറി എന്നുള്ളതാണ്. CPM-ന്റെ ഇതിലെ പ്രതിയായിട്ടുള്ള ഒരാൾ CPM-ന്റെ ഈ കഴിഞ്ഞ സമ്മേളന കാലത്ത് CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ ആ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ ഭാരവാഹിയായിരുന്ന ആളുകളുണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളും ഇതിൽ പ്രതിയായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തുടക്കത്തിൽ പ്രാദേശികമായി മധുവിന്റെ കുടുംബത്തിന് തുടക്കത്തിൽ കിട്ടിയ ഒരു പിന്തുണ പിന്നീട് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അതവർ പലപ്പോഴും തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ എല്ലാവരും ഞങ്ങൾക്കൊപ്പം നിന്നിരുന്നെങ്കിൽ പോലും പിന്നീട് അകന്നകന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഈ കേസിനോട് വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും പക്ഷേ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറഞ്ഞ പോലെ രാജേഷ് മേനോൻ വളരെ കൃത്യമായി ഈ കേസ് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. നമ്മളും ഈ കേസിന്റെ വിചാരണ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ പരിശോധിച്ചപ്പോഴും വളരെ കൃത്യമായ രീതിയിൽ, അതായത് ലഭ്യമായ തെളിവുകൾ, പോലീസിന്റെ കൈവശം ലഭ്യമായ തെളിവുകൾ കോടതിയിൽ മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്നതിന് പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയും ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് എന്തായാലും കോടതി, പക്ഷേ പ്രതിഭാഗവും അവരുടെ വാദങ്ങൾ തീർച്ചയായും അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കോടതി ഇതെല്ലാം പരിശോധിച്ച് ഇവർക്ക് ഉചിതമായൊരു നടപടി എടുക്കും എന്നുള്ള പ്രതീക്ഷയാണ്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ തന്നെയാണ്. മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇതിൽ മുഴുവൻ പ്രതികൾക്ക് എങ്ങനെയാണ്, ഏതെല്ലാം രീതിയിലാണ് കോടതി കാണുന്നത്. എന്തായാലും നമുക്ക് ഇന്ന് എന്തായാലും ഇതിനകത്തൊരു നിർണായക പരാമർശമോ അല്ലെങ്കിൽ വിധിയെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനമോ കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. യെസ്, എന്തായാലും കേരളം നീതി തേടുകയാണ്. മധുവിന് എല്ലാവരും പ്രസാദ് സമഗ്രമായി പറയുമ്പോൾ എല്ലാവരും ചേർന്ന് കൊലപ്പെടുത്തി, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും ഒക്കെ ചേർന്ന് കൊലപ്പെടുത്തിയൊരു കേസ്, എല്ലാവരും ചേർന്ന് അട്ടിമറിക്കാൻ ശ്രമിച്ചൊരു കേസ് എന്നൊക്കെ ചേർത്ത് പറയേണ്ടി വരുന്ന ഒരു സംഭവം കൂടിയാണ്. അതിൽ നീതി ലഭിക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും പ്രസാദ് വളരെ നന്ദി. എന്തായാലും കോടതി നടപടികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പ്രസാദ് എന്തായാലും ആ വാർത്തയ്ക്കൊപ്പം ഉണ്ടാകുമെന്നും അറിയാം. അപ്പം നമ്മളിനി
മധുവിന്റെ അമ്മയുടെ ഒരു പോരാട്ടത്തിന്റെ അതായത് ഈ മധു കൊലക്കേസ് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തതാണ് മധുവിന്റെ കുടുംബത്തിന്റെ നിലപാട്. അമ്മ മല്ലി പ്രസാദ് സൂചിപ്പിച്ച പോലെ വലിയ വാഗ്ദാനങ്ങൾ ഉണ്ടായിട്ടും അമ്മ മല്ലി നടത്തിയ നിയമ പോരാട്ടം വ്യത്യസ്തമായിരുന്നു. അതായത് അവര് അട്ടപ്പാടിക്ക് പുറത്തേക്ക് അധികം സഞ്ചരിച്ചിട്ട് പോലും ഇല്ലാത്ത മല്ലി എന്ന അമ്മ ഈ മധുവിന്റെ മരണശേഷം നീതി തേടിയുള്ള വലിയ യാത്രയിലായിരുന്നു. ആ റിപ്പോർട്ട് കണ്ട ശേഷം മടങ്ങി വരാം. മല്ലി കടുകുമണ്ണ ആദിവാസി ഊരിലെ മാരിയുടെയും രംഗിയുടെയും 7 മക്കളിൽ മൂന്നാമത്തെയാൾ. സ്കൂൾ വിദ്യാഭ്യാസം നേടാൻ അവസരം ലഭിക്കാത്തതിനാൽ എഴുതാനും വായിക്കാനും അറിയാത്തതിന്റെ നൊമ്പരം ബാല്യകാലം മുതൽ മനസ്സിലുണ്ട്. ചിണ്ടക്കി ആദിവാസി ഊരിലെ മല്ലനാണ് ഭർത്താവ്. 3 മക്കൾ: മധു, സരസു, ചന്ദ്രിക. ഭർത്താവ് മല്ലൻ ചെറുപ്പത്തിലേ മരിച്ചതോടെ മക്കളെ പോറ്റി വളർത്താനുള്ള ഓട്ടത്തിലായിരുന്നു മല്ലി. എന്നാൽ മാനസിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് മകൻ മധു വീട്ടിൽ നിന്നും മാറി നടന്നത് ഈ അമ്മയെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. മധുവിന്റെ മരണത്തോടെ തീരാവേദനയിലായി മല്ലി. 2018 ഫെബ്രുവരി 22-നാണ് മധു കൊല്ലപ്പെട്ടത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിചാരണ നീണ്ടതോടെ മല്ലി നീതിക്കായുള്ള പോരാട്ടം ആരംഭിച്ചു. അട്ടപ്പാടിക്ക് പുറത്തേക്ക് അധികം സഞ്ചരിച്ചിട്ടില്ലാത്ത മല്ലി പിന്നീട് നിരന്തരം യാത്രകളിലായിരുന്നു. ഇതുവരെ ഫ്യൂരത്തിന് പോയിട്ടില്ല. ഞങ്ങളുടെ അവിടെ ഉള്ള ആൾക്കാരെ എങ്ങനെ പേടിച്ചിട്ട് ഫ്യൂരാക്ക് പോവില്ല, പുറത്തുള്ള അമ്പലമൊക്കെ പോവില്ല. എങ്ങനെയോ ശബരിമല പോയി വരുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ചെമ്മണ്ണൂർ അമ്പലം അത് മാത്രമേ ഞങ്ങൾ പോവുള്ളൂ. അയ്യപ്പ വിളക്ക്, ഇത് 2 സ്ഥലം മാത്രമേ ഞങ്ങൾ പോകുള്ളൂ. പുറത്തൊന്നും അങ്ങനെ പോവില്ല. ഇതിനു വേണ്ടി മാത്രമാണ് അങ്ങനെ പോയി. ധൈര്യം കിട്ടിയത് എനിക്ക് അങ്ങനെ എല്ലാ ദൈവം തന്നെ. സാക്ഷികൾ കൂറുമാറി തുടങ്ങിയതോടെ നീതി തേടി സർക്കാരിനെ സമീപിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിൽ കണ്ട് നിവേദനം നൽകി. കൂറുമാറ്റം തടയാൻ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. മല്ലിയെ കാണാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചിണ്ടക്കിയിലെത്തി. പ്രതികൾക്ക് വേണ്ടി ചിലർ ഭീഷണി മുഴക്കിയപ്പോൾ സധൈര്യം പോലീസിനെ അറിയിച്ചു. കുറുമ്പ ആദിവാസി ഭാഷ മാത്രം അറിഞ്ഞിരുന്ന മല്ലിക്ക് മലയാളവും വഴങ്ങിത്തുടങ്ങി. സംസാരിക്കും, എന്നാലും മലയാളം ഒന്നും അങ്ങനെ വരില്ല. ഞങ്ങളുടെ ഭാഷ നന്നായിട്ട് അറിയാം, അത് മാത്രമേ ഉള്ളൂ. 1-2 ഇപ്പൊക്കെ കിട്ടി. മധുവിനായുള്ള അമ്മയുടെ പോരാട്ടം മക്കളെപ്പോലും അത്ഭുതപ്പെടുത്തി. ഒരമ്മയ്ക്ക് അറിയാലോ മകന് എന്ത് ചെയ്താലും അത് പറയാനുള്ള കഴിവ് അമ്മയ്ക്ക് ഉണ്ടാവണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും പറയണം, പേടിച്ച് നിൽക്കരുത്, അവരുടെ മുമ്പിൽ പറയണം. എന്താണെന്ന് അറിയാവുന്ന ഭാഷയിൽ എന്താണേലും അമ്മ പറഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ ഇങ്ങനെയെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയത്. മധുവിന് വേണ്ടി മല്ലി നടത്തിയ പോരാട്ടവും പ്രാർത്ഥനയും പാഴാകില്ലെന്ന വിശ്വാസത്തിലാണ് മക്കളായ സരസുവും ചന്ദ്രികയും. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. എന്തായാലും അമ്മ മല്ലിയുടെ പോരാട്ടം എക്കാലവും ഓർമ്മിക്കപ്പെടും. തീർച്ചയായും ഓർമ്മിക്കപ്പെടും. മലയാളം പോലും അറിയാത്ത ആ അമ്മ മലയാളം കൂടി പഠിച്ച് ഇതിനൊക്കെ വേണ്ടി പോരാട്ടത്തിനിറങ്ങി. ആ പോരാട്ടത്തിന് ആ നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. കുടുംബത്തിന്റെ അല്ല, ഈ പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്, കേരള മനസ്സാക്ഷിയുടെ ആവശ്യമാണ്. നമുക്കും കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു അനുകൂല തീരുമാനമുണ്ടാകാം. എന്തായാലും ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഏറെക്കുറെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുകയാണ്. അപ്പം വൈക്കം സത്യാഗ്രഹ ഭൂമിയിൽ പ്രഭാത കേരളം ഇങ്ങനെ പുരോഗമിക്കുകയാണ്. നമ്മൾ 2 വിഷയങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞു. നമുക്ക് കൂടുതൽ സമഗ്രമായ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട അത് നടന്ന അതിൻ്റെ ചരിത്ര കീടങ്ങളിൽ നിന്നും കൂടുതൽ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തേണ്ടതുണ്ട്. ഒക്കെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. അപ്പം തിരിച്ചു വരാം. അപ്പം നമ്മൾ വീണ്ടും പ്രഭാത കേരളത്തിലേക്ക് മടങ്ങി വരികയാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ തുടക്കം ഇന്ന് തുടങ്ങിയാണ്. അതായത് 1924 മാർച്ച് 30 ഇതേ ദിവസമാണ് വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കമായത്. അതേ വഴികളിൽ, ആ ചരിത്ര വഴിയിൽ, ആ സ്ഥലത്ത് തന്നെ നമ്മൾ നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ആദ്യം
ഈ നിരോധന ഫലകം അതിക്രമിച്ച് മുന്നോട്ട് കടന്ന് അറസ്റ്റ് വരിച്ചത് ഇവിടെ വെച്ചാണ്. നമ്മളിപ്പോ ഈ നിൽക്കുന്ന ഈ സ്ഥലത്താണ്. ഈ കലിങ്കാണ് അടയാളമായി. പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പഴയ ശേഷിപ്പുകളൊന്നും ഇപ്പോഴും ഇല്ലെങ്കിൽ കൂടിയും ഒരു ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു കലിങ്കുണ്ട്. ഈ കലിങ്കിലാണ് ഒരു പലക സ്ഥാപിച്ചിരുന്നത്. അത് തീണ്ടാപ്പാട്, ഇവിടുന്ന് അങ്ങോട്ട് പ്രവേശനമില്ല, സവർണ ജാതിക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന എഴുതിയ ഒരു ഫലകം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ മാത്രമല്ല, പ്രത്യേക സുരക്ഷയും തീർച്ചയായും ചെക്ക് പോസ്റ്റ് പോലെ പോലീസുകാരുണ്ടായിരുന്നു. നിരോധന ഫലകം എന്നാണ് അതിന് പറയുന്നത്. നിരോധന ഫലകം ഉണ്ടായിരുന്നു. ഇവിടേക്കാണ് ഈ ദിവസം 1924 ഇതേ ദിവസം ഗോവിന്ദപ്പണിക്കരും കുഞ്ഞാപ്പിയും ബാഹുലേയനും, ഇവർ 3 പേരും 3 സമുദായക്കാരാണ്. അതായത് നായരും ഈഴവനും പുലയനും, ഈ 3 സമുദായത്തിൽപ്പെട്ട ഈ 3 പേരും ഇവിടേക്ക് എത്തുന്നു. ഇതിന് സമീപത്ത് തന്നെ തൊട്ടടുത്ത് വരെ എല്ലാവരും ചേർന്ന് വരുന്നുണ്ട്, വലിയൊരു സംഘടിതമായി വരുന്നുണ്ട്. അതിനുശേഷം ഈ നിരോധന ഫലകം ലംഘിക്കുന്നത് ഈ ബാഹുലേയനും കുഞ്ഞാപ്പിയും ഗോവിന്ദപ്പണിക്കരുമായിരുന്നു. അന്നേരം അവരുടെ ജാതി പോലീസ് ചോദിക്കുന്നു. ഗോവിന്ദപ്പണിക്കർ മാത്രമാണ് സവർണൻ എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ നിന്ന് കടത്തിവിടാം എന്ന് ഗോവിന്ദപ്പണിക്കരെ കടത്തിവിടാമെന്ന് പറയുന്നു. പക്ഷേ ഗോവിന്ദപ്പണിക്കർ അത് സമ്മതിക്കുന്നില്ല. ഞങ്ങളെ 3 പേരെയും കടത്തിവിട്ടാൽ മാത്രമേ പോവുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നു അവർ ഇത് ലംഘിക്കുന്നു. ഇത് ലംഘിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ പിഴ, അവരെ ഒന്നുകിൽ അറസ്റ്റ് ചെയ്ത് ജയിൽവാസം, അല്ലെങ്കിൽ പിഴ അടക്കണം എന്ന് പറയുന്നു. പക്ഷേ ഈ 3 പേരും ചേർന്ന് ജയിൽവാസം തീരുമാനിക്കുന്നു. അത് ഇന്നേക്ക് കൃത്യം 100 വർഷത്തിന് മുൻപാണ് അത് നടന്നത്. അതേ സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ഒപ്പം തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്താണ് ക്ഷേത്രമുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പോലീസ് സ്റ്റേഷൻ. അതായത് ഇപ്പോഴും ആ പഴയ പോലീസ് സ്റ്റേഷൻ, ഇപ്പോൾ ഈ പോലീസിന്റെ നീക്കങ്ങൾ, പോലീസ്, മജിസ്ട്രേറ്റ്, തഹസിൽദാർ ഇവരെല്ലാം കൂടിയായിരുന്നു ആദ്യം ഇവിടെ ഒരു സമ്മേളനം നടക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത്. അതിനുശേഷമാണ് ഇങ്ങനെ ഈ ഒരു നടന്നുകൊണ്ട് തന്നെ പ്രതിഷേധിച്ച് അറസ്റ്റ് വരിക്കാൻ തീരുമാനിച്ചത്. കൊടിയ പോലീസ് മർദ്ദനങ്ങളുടെ ചരിത്രം ഈ വൈക്കം സത്യാഗ്രഹത്തിലുണ്ട്. ഒരുപാട് പേർ കൊടിയ മർദ്ദനങ്ങൾക്കിരയായ ഒരു ചരിത്രം കൂടിയുണ്ട്. അതിനെല്ലാം സാക്ഷിയായ ഒരു ഇടമാണ് ആ പോലീസ് സ്റ്റേഷൻ. ആ പഴയ പോലീസ് സ്റ്റേഷൻ ഏറെക്കുറെ അതേ രീതിയിൽ തന്നെ ഇന്നും സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട്. അതിന് തൊട്ട് സമീപത്ത് തന്നെ ഇപ്പോൾ പുതിയ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും വൈക്കം അങ്ങനെ ഒരു ചരിത്രത്തിന്റെ ശേഷിപ്പാണ് പലതുകൊണ്ടും. അതൊക്കെ ഏറെക്കുറെ ഇവിടെയുണ്ട്. എന്തായാലും ഈ ഒരു പ്രധാനപ്പെട്ട ദിവസം നമ്മൾ ഓർത്തെടുക്കുന്നത് നമ്മുടെ സമരചരിത്രമാണ്. ഇന്ന് കാണുന്ന ഈ അവകാശങ്ങളൊക്കെ നേടിയെടുത്തത് ഒരു ദിവസം കിട്ടിയതല്ല, വലിയ ചരിത്രമുണ്ട്, അതിന് പിന്നിൽ വലിയ സമരങ്ങളുണ്ട്. എന്തായാലും പുതിയ തലമുറ ഇതൊക്കെ മാതൃകയാക്കുക, അതിനുള്ളൊരു സന്ദേശം കൂടിയായി പ്രഭാത കേരളം മാറട്ടെ. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്കോട്ട് പോവാം. മറ്റു ചില വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഐശ്വര്യ അനിൽ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ഐശ്വര്യ, വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങളിവിടെ വൈക്കത്താണ്. ഇന്നത്തെ ദിവസവും അതിൻ്റെ ചരിത്ര പ്രാധാന്യമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വരികയാണ്. അപ്പോൾ നമുക്ക് തലസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ നടക്കുന്ന ഇടമാണല്ലോ തലസ്ഥാനം. അതിലൊന്ന് ഈ CPM സംസ്ഥാന സമിതി യോഗമാണ്. കാരണം MV ഗോവിന്ദന്റെ കേരള യാത്രയ്ക്ക് ശേഷം ചേരുന്ന യോഗം സ്വാഭാവികമായും ഈ യാത്രയുടെ പുരോഗതിയും എന്റെ ഇടപെടലും ഇമ്പാക്റ്റും ഒക്കെ വിലയിരുത്തപ്പെടും. എന്താണ് ഈ യോഗത്തിന്റെ ഇന്നത്തെ ഒരു പൊതുവായ സവിശേഷത? ഏത് തരത്തിലുള്ള ചർച്ചകളൊക്കെ ആയിരിക്കും CPM സംസ്ഥാന സമിതിയിൽ നടക്കുക? അനിൽ, ഐശ്വര്യ. സജിത്, ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് വാർത്തകൾ ഇന്ന് തലസ്ഥാനത്ത് നിന്ന് വരാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് CPMന്റെ സംസ്ഥാന സമിതി യോഗം. അതിൽ എടുത്തു പറയേണ്ടത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ ജാഥ തന്നെയാണ്. അത് പൊതുവെ അത് വിജയമായിരുന്നു എന്നുള്ള വിലയിരുത്തൽ CPMനുണ്ട്. അത് വിശദമായി ഇന്ന് സംസ്ഥാന സമിതി യോഗം വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്തരത്തിൽ ഈ യാത്ര വിജയമെന്ന് വിലയിരുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഏത് രീതിയിലാണ് പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ ഈ ഒരു യാത്ര ഒരു സ്വാധീനം ചെലുത്തിയത്, ജനങ്ങൾക്കിടയിൽ ഈ യാത്ര ഏത് രീതിയിൽ സ്വാധീനം ചെലുത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് ഒരു വിശദമായ ഒരു ചർച്ച നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഈ എറണാകുളം സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച റിപ്പോർട്ടുണ്ട്. അതായത് സംഘടനാ മേഖലയിലെ ലക്ഷ്യങ്ങൾ എത്രത്തോളം നടപ്പായെന്ന ഒരു അവലോകനം അത് സംസ്ഥാന സമിതി യോഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ സംസ്ഥാന പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനായി ജനങ്ങൾക്കിടയിൽ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇനി
നടത്തേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു ചർച്ചയുണ്ടാകും. ഒപ്പം ഈ സ്വാധീനം വർദ്ധിപ്പിക്കാനായി കൂടുതൽ മുഴുവൻ സമയ കേഡർമാരെ നിയോഗിക്കേണ്ടതുണ്ട് എന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ സംഘടനാ രേഖയിലൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ സംഘടനാ രേഖ ചർച്ച ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ രാഹുൽ ഗാന്ധിക്കെതിരായ കേന്ദ്രത്തിന്റെ ഒരു നടപടി അത് നേരത്തെ തന്നെ CPM എതിർത്തിരുന്നു. അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. തെരുവിലിറങ്ങുമെന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ ഏത് രീതിയിൽ വേണം, അതിൽ ഏത് രീതിയിൽ കേന്ദ്രത്തിനെതിരെ ഏത് രീതിയിൽ പ്രതിഷേധം ശക്തമാക്കണം എന്നുള്ള കാര്യങ്ങളും ഇന്ന് ഈ ഒരു യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നും നാളെയുമായാണ് സംസ്ഥാന സമിതി ചേരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ എറണാകുളം സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച സംഘടനാ രേഖയിലെ ലക്ഷ്യങ്ങൾ എത്രത്തോളം നടപ്പായെന്ന ഒരു കാര്യം, അതിന്റെ ഒരു അവലോകനം തന്നെയായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഈ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് CPMന്റെ തീരുമാനം. അത് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഏത് രീതിയിൽ വേണം എന്ന കാര്യത്തിലും ചർച്ചയാകും എന്ന് മനസ്സിലാക്കുന്നു. സജിത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വന്നൊരു വാർത്ത കൂടിയുണ്ട് അല്ലെ? തിരുവനന്തപുരം അരുവിക്കരയിൽ മരുമകൻ അമ്മായിയമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. അരുവിക്കര അഴീക്കോട് വളപ്പെട്ടി സ്വദേശി താഹിറ 67 വയസ്സുകാരിയാണ്. അവരാണ് മരിച്ചത്. മരുമകൻ അലി അക്ബറും ദേഹത്ത് തീകൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. ഐശ്വര്യ, എന്താണ് ഇത് സംബന്ധിച്ച് പോലീസിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരം? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്കും തുടർന്ന് ആത്മഹത്യാ ശ്രമത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിയത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഐശ്വര്യ? ശ്രീജിത്ത്, വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രാവിലെ 4:30 സംഭവം. അരുവിക്കരയിൽ മരുമകൻ അമ്മായിയമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. അരുവിക്കര അഴീക്കോട് വളപ്പെട്ടി സ്വദേശി താഹിറയാണ് കൊല്ലപ്പെട്ടത്. മരുമകൻ അലി അക്ബർ ദേഹത്ത് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഒപ്പം തന്നെ അദ്ദേഹം ഭാര്യയെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ സംഭവത്തിന്റെ കാരണം, അതായത് കുടുംബ പ്രശ്നമാണ് കാരണം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അരുവിക്കര പോലീസ് എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. എന്താണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്? നേരത്തെ ഇവർ തമ്മിൽ ഇത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. വരും മണിക്കൂറുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 10 വർഷമായി കുടുംബ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ കേസ് നടക്കുകയാണ്. ഒരേ വീട്ടിൽ തന്നെയാണ്, പക്ഷേ ഇവർ 3 പേരും താമസിച്ചിരുന്നത്. അതിനിടെയാണ് ഇന്ന് രാവിലെ ഇത്തരത്തിലുള്ള അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. യെസ് ഐശ്വര്യ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ KTUVC സാങ്കേതിക സർവകലാശാല VCയുടെ കാലാവധി അവസാനിക്കുകയാണല്ലോ സിസ തോമസിന്റെ. ഇതിൽ ഗവർണർ പ്രധാനപ്പെട്ട നീക്കം നടത്തിയേക്കുന്നത് VC ആരെ വേണമെങ്കിലും സർക്കാർ നിയമിക്കാം എന്ന ഒരു നിലപാട് മാറ്റം ഗവർണറിൽ നിന്നുണ്ടായിട്ടുമുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കേണ്ടത്? പുതിയ VC എന്നത്തേക്കുണ്ടാകും? സർക്കാർ തീരുമാനങ്ങളിലേക്ക് കടക്കുകയാണോ ഐശ്വര്യ? സജിത്ത്, ഉടൻ തന്നെ അതിലൊരു നീക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനാവുന്നത്. നമുക്കറിയാം, സംസ്ഥാന സർക്കാർ ഗവർണർ പോര് എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നപ്പോൾ അതിൽ ഏറ്റവും പ്രധാന ഘടകമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോരിലേക്ക് നയിച്ചതൊക്കെ ഈ സാങ്കേതിക സർവകലാശാലയിലെ VC നിയമനം, സിസ തോമസിന്റെ നിയമനമൊക്കെ തന്നെയായിരുന്നു. ഗവർണർ നടത്തിയ നിയമനം സർക്കാരിനെ ചൊടിപ്പിക്കുകയും തുടർന്ന് അത്തരത്തിലുള്ള വാക്പോരിലേക്കൊക്കെ സർക്കാരും ഗവർണറും കടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ ഈ സിസ തോമസിന്റെ കാലാവധി അവസാനിക്കാനിരിക്കുകയാണ്. അതിനിടെയാണ് ഇത്തരത്തിലുള്ള നീക്കം ഉണ്ടാകുന്നത്. ഗവർണറുടെ ഭാഗത്തു നിന്ന് ഒരു അനുനയ നീക്കമുണ്ടായി എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് എന്നുള്ള രീതിയിലേക്കൊക്കെ വാർത്തകൾ മാറി. ഇപ്പോൾ ഒരു അനുനയ നീക്കം, അതിന് മുൻകൈ എടുത്തിരിക്കുന്നത് ഗവർണർ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സർക്കാരിന് വഴങ്ങി ഗവർണർ ഈ താല്പര്യമുള്ളവരുടെ പേര് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിന് പ്രകാരം സർക്കാർ പേരും നൽകിയിരുന്നു. അതായത് ഡിജിറ്റൽ സർവകലാശാല VC സജി ഗോപിനാഥ്, ഒപ്പം തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ബൈജു ഭായ്, CETയിലെ പ്രൊഫസർ അബ്ദുൾ നസീർ എന്നിവരാണ് സർക്കാർ നൽകിയ പട്ടികയിലുള്ളത്. പക്ഷേ ഇതിൽ സജി ഗോപിനാഥിനാണ് മുൻതൂക്കമുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെ നിയമിക്കണമെന്നുള്ള താല്പര്യം കൂടി സർക്കാർ അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിയമനം ഇന്നോ നാളെയോ തന്നെ ഉണ്ടാകും എന്നുള്ള, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ അടക്കം പുറപ്പെടുവിക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിന് ഒരു അയവ് വന്നിരിക്കുന്നു എന്നുകൂടി ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. സജിത്.
ഐശ്വര്യ, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ദുർവിനിയോഗവുമായി ബന്ധപ്പെട്ട കേസ് നാളെ ലോകായുക്ത പരിഗണിക്കുന്നുണ്ട്. ഇതിലെന്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടി വരും ഐശ്വര്യ? ഈ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും ഒപ്പം മന്ത്രിമാർക്കെതിരെയും ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ലോകായുക്തയിൽ ഫയൽ ചെയ്തിരുന്ന ഹർജിയുമായി ബന്ധപ്പെട്ട വാദം 1 വർഷം മുമ്പ് പൂർത്തിയാവുകയും ചെയ്തിരുന്നു. പക്ഷേ വിധി പറയാതെ ഈ കേസ് നീട്ടിക്കൊണ്ടു പോവുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് ഹർജിക്കാരനായ RS ശശികുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹർജിക്കാരൻ ലോകായുക്തയിൽ സമർപ്പിച്ച പരാതിയിൽ നാളെ വാദം കേൾക്കുകയാണ്. ഇതിൽ ലോകായുക്തയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നാളെ അറിയാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വിധി എന്നത്തേക്കുണ്ടാകും എന്നുള്ള കാര്യത്തിലും നാളെ ഒരു തീരുമാനമുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള, അതായത് ഈ ഹർജിയിൽ വിധി പുറപ്പെടുവിക്കാനുള്ള സാധ്യതയുമുണ്ടോ, അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ലോകായുക്തയ്ക്ക് പറയാനുള്ള, അതായത് ലോകായുക്തയെ പ്രതിപക്ഷവും രൂക്ഷമായി വിമർശിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. കാരണം മുഖ്യമന്ത്രിക്കെതിരായ കേസാണ്. വാദം പൂർത്തിയായി 1 വർഷമായിട്ടും വിധി പറയാൻ ലോകായുക്ത വൈകുന്നത്. അത്തരത്തിലുള്ള നീക്കം എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ള കാര്യവും ഒരുപക്ഷെ ലോകായുക്തയിൽ നിന്ന് അത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫും ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദും അടങ്ങിയ ബെഞ്ചാണ് വാദം കേട്ടത്. ഇതേ ബെഞ്ച് തന്നെയാണ് മുൻപ് KT ജലീലിനെതിരായ വിധി പുറപ്പെടുവിച്ചത്. എന്തായാലും നാളെ ഈ കേസിൽ ഒരു തീരുമാനം, അല്ലെങ്കിൽ വിധി പുറപ്പെടുവിക്കാനോ അല്ലെങ്കിൽ ഈ കേസിൽ എന്ന് വിധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിലോ നാളെ തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. യെസ്, ഐശ്വര്യ സൂചിപ്പിച്ച പോലെ പക്ഷേ മുഖ്യമന്ത്രിക്ക് ഈ കേസിൽ ചില തിരിച്ചടി ഉണ്ടാകുമോ എന്ന അഭ്യൂഹങ്ങളൊക്കെ പൊതുവിൽ നിലനിന്നിരുന്നത്. അതായത് ലോകായുക്ത ഭേദഗതി നിയമം പോലും ഉണ്ടാകുന്നത് ഈ കേസിനെ തുടർന്നാണ് എന്ന രീതിയിലൊക്കെ പ്രതിപക്ഷ ആക്ഷേപവും ഉയർന്നതാണ്. എന്തായാലും നാളെ നിർണായക ദിവസമാണ്. ഈ കേസിൽ 1 വർഷത്തിന് ശേഷം RS ശശികുമാറിന്റെ ഹർജിയിൽ വിധി വരികയാണ്. ലോകായുക്ത നീക്കം നേരത്തെ ഈ ഐശ്വര്യ പറഞ്ഞ പോലെ KT ജലീലിനെതിരെയും പരാമർശം നടത്തിയ അതേ ബെഞ്ച് തന്നെ ഈ കേസ് പരിഗണിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും സങ്കീർണമാണ്. രാഷ്ട്രീയപരമായ വളരെ പ്രാധാന്യമുള്ള ഒരു വിധി കൂടിയാണ് വരാനിരിക്കുന്നത് എന്നതാണ് പ്രത്യേകത. തിരുവനന്തപുരത്ത് നിന്ന് ഒരുപാട് വിഷയങ്ങൾ വന്നു, ഒരുപാട് വാർത്തകളുടെ വീണ്ടും ദിനം തിരുവനന്തപുരത്തേക്ക് മാറുന്ന പോലുള്ള സംഭവങ്ങളിലേക്കാണ് കാര്യങ്ങൾ, സൂചനകളാണ് വരുന്നത്. അപ്പം പ്രഭാത കേരളം വൈക്കത്ത് നിന്നും പുരോഗമിക്കുകയാണ്. കൂടുതൽ വരുന്ന മിനിറ്റുകളിൽ കൂടുതൽ ഈ വൈക്കം സത്യാഗ്രഹവും അതിന്റെ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട്, ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാഴ്ചകളുണ്ട്. ഒപ്പം തന്നെ ഈ ചരിത്രഭൂമികയുടെ ചില കാര്യങ്ങൾ കൂടി പ്രേക്ഷകരെ ഞങ്ങൾക്ക് കാണിക്കാനുമുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് മടങ്ങി വരാം ഒരു ഇടവേളയ്ക്ക്. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം? ഈ പ്രതിഷേധക്കാർ റോഡ് ഉപരോധിക്കുകയാണോ പ്രിൻസ്? ശ്രീജിത്ത്, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബോഡിമെട്ട് ദേശീയപാത ഉപരോധിക്കുകയാണ്. അതായത് തമിഴ്നാട്ടിൽ നിന്നും കയറി വരുന്ന പ്രധാന പാതയാണ്. തമിഴ്നാട് അതിർത്തി മേഖലയിലാണ് ഇപ്പോൾ ഉപരോധം നടക്കുന്നത്. ആളുകൾ റോഡിൽ കുത്തിയിരുന്നുകൊണ്ടുള്ള പ്രതിഷേധ സമരം നടക്കുകയാണ്. നമ്മളോടൊപ്പം ചേരുന്നു. സ്നേഹികളെ ഒറ്റപ്പെടുത്തുക, രക്ഷിക്കുക, ആനക്കിവിടെ ജീവിക്കാം, ആനക്കിവിടെ ജീവിക്കാം, ആനക്കിവിടെ ജീവിക്കാം, ആനക്കിവിടെ ജീവിക്കാം, അന്നക്കിവിടെ ജീവിക്കാം, അന്നക്കിവിടെ ജീവിക്കാം, കുരങ്ങിനിവിടെ ജീവിക്കാം, കുരങ്ങിനിവിടെ ജീവിക്കാം, മനുഷ്യന് മാത്രം ജീവിക്കാം, മനുഷ്യന് മാത്രം ജീവിക്കാം, മനുഷ്യന് മാത്രം ജീവിക്കാം, മനുഷ്യന് മാത്രം ജീവിക്കാം. ആവുന്നില്ല എന്തൊരു നീതി, ആവുന്നില്ല എന്തൊരു നീതി, ആവുന്നില്ല എന്തൊരു നീതി, ആവുന്നില്ല എന്തൊരു നീതി, എന്തൊരു നീതി, എന്തൊരു ന്യായം, എന്തൊരു നീതി, എന്തൊരു ന്യായം, എന്തൊരു നീതി, എന്തൊരു ന്യായം, എന്തൊരു നീതി, എന്തൊരു ന്യായം. പറയൂ പറയൂ അധികാരികളെ, പറയൂ പറയൂ അധികാരികളെ, പറയൂ പറയൂ അധികാരികളെ, പറയൂ പറയൂ അധികാരികളെ. കാറിൽ കയറി നടക്കാനല്ല, കാറിൽ കയറി നടക്കാനല്ല, മാളിക കെട്ടി പാർക്കാനല്ല, മാളിക കെട്ടി പാർക്കാനല്ല, മാളിക കെട്ടി പാർക്കാനല്ല, മാളിക കെട്ടി പാർക്കാനല്ല. പറന്ന മണ്ണിൽ ജീവിക്കാൻ, പിറന്ന മണ്ണിൽ ജീവിക്കാൻ, പറന്ന മണ്ണിൽ ജീവിക്കാൻ, പിറന്ന മണ്ണിൽ ജീവിക്കാൻ. അതിനാണ് ഈ സമരം,
അതിനാണ് ഈ സമരം ജനകീയ സമരം സിന്ദാബാദ് സൂചനയാണ് സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ ഗതിമാറും രൂപം മാറും ഭാവം മാറും ഇങ്ങനെയൊരു സമരമാർഗം എന്ന് പറയുന്നത് 26-ാം തീയതി ആനയെ പിടിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിന്റെ ഇടയിൽ ഈ കാട്ടാനയെ മൃഗങ്ങളെ ഒന്നും കണ്ടിട്ടില്ലാത്ത സുലേഖ എന്ന് പറയുന്ന ഒരു സംഘടന, മൃഗസ്നേഹത്തിന്റെ പേരിൽ ഒരു സംഘടന കേസ് കൊടുക്കുകയും ആ കേസിന്റെ 29-ാം തീയതി വരെ ഈ യെസ് പ്രിൻസ്, അവിടെ സമരം തുടരുകയാണ്. ഈ ഹർത്താൽ നടക്കുമ്പോൾ ഇതൊരു പരീക്ഷാക്കാലം കൂടിയാണല്ലോ, അപ്പോൾ സ്വാഭാവികമായും അതിനെയും ബാധിച്ചിട്ടുണ്ടോ, അതോ അത്തരം മേഖലകളെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ടോ? ഇപ്പോൾ ഈ പ്രിൻസ് നിൽക്കുന്ന സ്ഥലത്തിനപ്പുറത്തേക്ക് കൂടുതൽ മറ്റു പഞ്ചായത്തുകളുടെ സ്ഥിതി എന്താണ് പ്രിൻസ്? ശ്രീജിത്ത്, തീർച്ചയായും പരീക്ഷകളെ ഒഴിവാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെ അടക്കം കടത്തിവിടുന്നു. പരീക്ഷ ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകളെ കടത്തിവിട്ടിട്ടുണ്ട്. കൂടാതെ കാട്ടാന ശല്യം നേരിട്ട് ബാധിക്കാത്ത പഞ്ചായത്തുകളെയും ഈ മേഖലയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലാതെ മറ്റു വാഹനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഹർത്താലിൽ തടയുന്നത്. അപ്പം അറിയാതെ കടന്നു വന്ന തമിഴ്നാട് ഒരു അതിർത്തി മേഖലയാണ്, സ്ഥിരമായ ആളുകൾ കടന്നു വരുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ അറിയാതെ കടന്നു വരുന്ന വാഹനങ്ങളെയൊക്കെ അല്പനേരം നിർത്തിയിട്ട ശേഷം കടത്തിവിടുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇപ്പോൾ ഈ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. കാരണം കനത്ത സുരക്ഷ ഒരുക്കുന്നു. നിരവധി വാഹനങ്ങളാണ് ഇപ്പോൾ ബോഡിമെട്ടിൽ ഇങ്ങനെ ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും എത്തിയിരിക്കുന്ന വാഹനങ്ങളെല്ലാം ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും വാഹനങ്ങളൊന്നും പൂർണ്ണമായി കടത്തിവിടുന്നില്ല. അതേസമയം പരീക്ഷ ആവശ്യങ്ങൾക്കായി എത്തുന്ന വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നുണ്ട്. മറ്റു വാഹനങ്ങൾ ഒക്കെ അറിയാതെ എത്തുന്നവരെയും കടത്തിവിടുന്നുണ്ടെങ്കിൽ പോലും മറ്റു വാഹനങ്ങളെല്ലാം തടയുന്ന ഒരു സാഹചര്യം, മണിക്കൂറുകളോളം തടയുന്ന ഒരു സാഹചര്യം, വിനോദസഞ്ചാരികളൊക്കെ ആയിരുന്ന വാഹനങ്ങളൊക്കെ അല്പനേരം പിടിച്ചിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ ശക്തമായി തന്നെ സമരം തുടരുമെന്ന ഒരു നിലപാടിലേക്കാണ് നാട്ടുകാർ പോകുന്നത്. ഏതായാലും നമുക്ക് നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. നമുക്ക് അവരുടെ കാര്യങ്ങളിലേക്ക് ലോകം മൊത്തം അറിഞ്ഞേ പറ്റൂ. നമ്മളുള്ള കാര്യം എന്തൊക്കെയാണ് നമ്മൾ ഇങ്ങനെ സമരത്തിലേക്ക് കടന്നു വരാനുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ നാട്ടുകാരുടെ പ്രതികരണം. കോടതിയുടെ ഭാഗത്ത് ജനങ്ങളുടെ ഒരു അന്തിമ അഭിലാഷമാണ് കോടതിയിൽ നിന്ന് ഒരു നീതി കിട്ടുന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇത്രയ്ക്കും നാളെ ക്ഷമയോടുകൂടി ഇരുന്നത്. ഈ ആനയെ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ആന 15ഓളം വീടുകൾ തകർത്തു. എന്നിട്ടും ഞങ്ങൾ സമരമാർഗത്തിലേക്ക് ഇറങ്ങിയില്ല. ഞങ്ങൾ സർവ്വ ക്ഷമയുടെ നെല്ലിപ്പല വരെ കണ്ടിട്ടാണ് ഞങ്ങൾ അവസാന മാർഗത്തിലേക്കാണ് സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കോടതിയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു കാരണവശാലും ഒരു വിധി ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടാത്തതാണ്. ആ കോടതി ഈ ഒരു മൃഗസ്നേഹിക്ക് കൊടുത്ത ഒരു പരാതിയുടെ പേരിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ഇവിടെയുള്ള മനുഷ്യ ജീവന് എന്ത് വരെയാണ് കോടതി കൽപ്പിച്ചേക്കുന്നത്? ഞങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകുന്ന കോടതി ഇങ്ങനെ ഒരു വിധി പറയാൻ പാടില്ല. ഒരു കാരണവശാലും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വിധി ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഞങ്ങൾ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കുന്നില്ല. ഈ വിധിയെ ഞങ്ങളുടെ ഒന്നെങ്കിൽ ആന മരിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ മരിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞങ്ങൾ ഈ സമരമായിട്ട് മുമ്പോട്ട് പോകുന്നത്. രണ്ടിലേതെങ്കിലും ഒന്നേ സംഭവിക്കുള്ളൂ. ഒന്നീ ആന ഈ ജനത്തെ ചവിട്ടിക്കൊള്ളണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ആനയെ കൊല്ലണം. ഇത് രണ്ടിലേതെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. ആ അന്തിമ തീരുമാനം അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ കയറ്റി വേറെ ഒന്നുമില്ല. വണ്ടിയിലേക്ക് കയറ്റി നേരെ സിംഗാണ്ടത്തോട്ട് പോവാ. അരിക്കൊമ്പോ നിൽക്കുന്നതുകൊണ്ട് ഇറക്കിയുള്ളൂ. അത്രയും ഇല്ല. ഞാനെന്ന് പറഞ്ഞു ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ, ആനനെ മയക്കുവെടി വെച്ചില്ലെങ്കിൽ, ഒന്നെങ്കിൽ ഞങ്ങളെ മയക്കുവെടി വെച്ചിട്ട് ഞങ്ങളെ മയക്കിക്കൊണ്ട് അകത്തിട്ടെ. ഇതാണ് ഏറ്റവും നല്ലതായിരിക്കും. സർക്കാരിനും മൃഗങ്ങളെയാണോ ആവശ്യം, മനുഷ്യനെയാണോ ആവശ്യം എന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. കോടതി അനുകൂലമായിട്ടൊരു വിധിയുണ്ടായി. അരിക്കൊമ്പനെയും ചക്കക്കൊമ്പനെയും മുട്ടവാലിനെ എല്ലാത്തിനും പിടിച്ചില്ല എങ്കിൽ ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോയി അകത്തിട്ടെ. അതായിരിക്കും സർക്കാരിന് ഏറ്റവും സമരം ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാവരെയും കൊണ്ടുപോട്ടെ. ഇടുക്കി ജില്ലയിലെ എല്ലാ ആളുകളെയും കൊണ്ടുപോട്ടെ. ഞങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലക തകർന്നിരിക്കുകയാണ്. ഞങ്ങളെ കൊണ്ടുപോയില്ലെങ്കിൽ ആന ഞങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് ഞങ്ങളെ കൊണ്ട് അകത്തിട്ട് അങ്ങനെ ഞങ്ങളെ സംരക്ഷിക്കട്ടെ സർക്കാരെ. ഞങ്ങൾ ഇത്രയും പേര് സർക്കാരിനെ സംരക്ഷിക്കാൻ പറയുന്നേ. അത്രയും കേസുള്ളൂ, വേറെ കേസൊന്നുമില്ല. ഞങ്ങൾ ഇത്രയും പേരെ സംരക്ഷിക്കാൻ പറ, ഇല്ല ഇത്രയും പേരെ കൊണ്ടുപോകാൻ പറ. ഞങ്ങൾക്ക് വേറെ ഈ ആനയെ പിടിച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ.
ഞങ്ങൾക്ക് അവിടെ ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ സമയത്ത് സാപ്പാട് കിട്ടും, ഭക്ഷണം കിട്ടും, എല്ലാ സംവിധാനം കിട്ടും. ആരെയും തപ്പേണ്ട കാര്യമില്ല, ഒന്നും നോക്കണ്ട. ആനയും പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട, ഒരു വിഷയമില്ല. പെണ്ണും പിള്ളേരും അല്ലേ, അത് കുഴപ്പമില്ല. അവരെങ്ങനെയും പോയി ജീവിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അത്രയും കേസ്, വേറെ കേസൊന്നുമില്ല. ഇന്നലെ നമ്മളെ കോടതി വിധി വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഇരുന്നത്. പെണ്ണുങ്ങൾക്ക് ജയിലുണ്ട്, അവരെ പെണ്ണുങ്ങളെയും കൊണ്ടിട്ടുള്ള ജയിലിൽ കൊണ്ട് വലിയ ആഗ്രഹത്തോടു കൂടിയായിരുന്നു. ഈ സാധാരണ 74 ഇത്രയും പേടിക്കേണ്ട കാര്യം ഞങ്ങളില്ലല്ലോ. 48 പേരെ ആന മനുഷ്യനെ കൊന്നപ്പോ ഈ ആനയെ പിടിക്കണമെന്ന് പറയുന്നു. ഈ കടുവാനെ പിടിക്കുമ്പോ കടുവ എത്രയോ പേരെ കൊല്ലുന്നുണ്ട്. കടുവാനെ പിടിക്കാൻ സമ്മതിക്കുന്നില്ല. കടുവാനെ പിടിച്ചോണ്ട് പോകുന്നതിന് അത് ഒരു കുഴപ്പമില്ല. ഈ ആന ഇത്ര പേരെ മനുഷ്യനെ കൊല്ലുന്ന ആനേനെ പിടിക്കാൻ ഇത് ഇവർക്ക് മാത്രം ഈ മനുഷ്യ ഒരു ഇതായിട്ടല്ലോ 2.5 മാസമായിട്ട് ഈ കൂട് പണിയാനും ഇത്ര ചെലവ് നടക്കുമ്പോ ഈ വിവേക് എവിടെയായിരുന്നു? വിവേക് ഈ കടുവാനെ പിടിക്കുമ്പോ ഒന്നും മിണ്ടുന്നില്ല. എന്തിനാ കടുവാനെ പിടിക്കുമ്പോ മിണ്ടുന്നില്ല? ഈ മനുഷ്യനെ കൊല്ലുന്ന ഈ കടുവ ഈ കടുവ എന്ന് പറയുന്ന കടുവ വന്നിട്ട് മൃഗങ്ങളെ ഈ കന്നാലിയെ ഇതിനെ പിടിച്ച് കൊല്ലുന്ന സാധനത്തിന് മാത്രം കടുവാനെ പിടിക്കാം. ഈ മനുഷ്യനെ കൊല്ലുന്ന ഈ ആനനെ പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഈ വിവേക് വാദം ചെയ്യുന്ന എന്തുകൊണ്ടാന്ന് ഒരു കോടതിക്ക് ഇത് ബോധ്യപ്പെടണ്ടേ? കോടതി ഞങ്ങളോട് ഇങ്ങനെ ചെയ്തപ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി ഇപ്പൊ ഇന്നലെ. അതെ, ഇടുക്കിയിലെ ഇതുവരെ ഈ ജനങ്ങൾക്ക് മാത്രം ഒന്നുമില്ല. ഈ ആനയ്ക്ക് മാത്രം ഇത്ര ഈ 48 പേരെ ഈ ആന കൊന്നിട്ടുണ്ട്. ഈ ആനയ്ക്ക് മാത്രം ഇത്ര ആൾക്കാർ വരുന്നുണ്ടല്ലോ. 12 കോടി ആനയ്ക്ക് മുടക്കിയിട്ടുണ്ട്. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് എന്നെ മുടക്കിയേക്കണേ. എന്തെങ്കിലും മുടക്കിയിട്ടുണ്ടോ? ഇല്ല, ഒരു കിലോ അരി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഈ ജനങ്ങൾ നോക്കി ചത്ത് കഴിഞ്ഞ ആന കൊന്നു കഴിഞ്ഞാൽ ആംബുലൻസ് പോലും വരുമല്ലേ? ആന പിടിക്കുക വരുന്നേ. ഇത്ര കേരളത്തിൽ ഇടുക്കിയില് ഇത്ര മക്കൾ വേണം, മക്കളുടെ പൈസ വേണം. ഈ ആനെ പീട്ടി ദേവനെ ആനയെ പിടിക്കുന്ന സമയത്ത് ഈ വിവേക് എവിടെ പോയ? അവനിവിടെ വരട്ടെ, ഇല്ലെങ്കിൽ അവനിവിടെ അവിടെ കുടുംബമായിട്ട് ഇവിടെ വന്ന് താമസിക്കട്ടെ. അവന് ഒറ്റ ദിവസം അവന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാന്നേ. അവന് ഒരു ദിവസം ഇവിടെ വന്ന് താമസിക്കട്ടെ. അവനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാം. ഞങ്ങൾക്ക് ഇവിടെ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, ബാക്കിയുള്ള ആൾക്കാർക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല, വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. രാവിലെ 3 മണിക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു തമിഴ്നാട് ഒരു ബൊളീറോ വണ്ടി ഇടിച്ച് ഭയങ്കര ഇതായി. ഇത് ആനയെ പേടിക്കുവോ അല്ല പൊതുജനങ്ങളെ പേടിക്കുവോ? എന്നാ ചെയ്യും? ആന എവിടെ പോയാലും വീട്ടിൽ എന്തെങ്കിലും ചാക്കിനകത്ത് അരി എടുത്ത് വെക്കുവാണെങ്കിലും ആ അരി ആന പിടിച്ചോണ്ട് തിന്നോണ്ട് പോകുന്നു. മക്കൾക്ക് ചോറ് കൊടുക്കുവോ അല്ല ആനയ്ക്ക് ചോറ് കൊടുക്കുവോ? അത്രയും വലിയ ജീവനല്ലേ? അത്രയും വലിയ ജീവനാണ്. എന്തെങ്കിലും ഒരു സാധനം ഇല്ല. ഈ സർക്കാർ പുല്ല് എന്തെങ്കിലും നട്ട് പിടിപ്പിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഇത് വീട്ടിനകത്ത് വന്നിട്ട് കയറി വന്നിട്ട് ആന വന്നിട്ട് അരിയെല്ലാം എടുത്തോണ്ട് മനുഷ്യനെ പോലെ തിന്നു പോവുക. നാളെ ഈ അരി തിന്നുന്ന ആന നാളെ എന്താ പറഞ്ഞാൽ മനുഷ്യനെ തിന്നുപോയാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റുമോ? ഇടുക്കിയിലെ ഇതുവരെ എന്നാ ന്യായം ചെയ്തിട്ടുണ്ട്? 12 കോടി മുടക്കിയിട്ടുള്ള ആനയ്ക്ക് ഈ ജനങ്ങൾക്ക് എന്നാ മുടക്കിയേക്കണേ? ഇതുവരെ മുടക്കാനുള്ള ഏതെങ്കിലും ന്യായം കിട്ടിയിട്ടുണ്ടോ? നല്ല ഒരു പട്ടയം കിട്ടുന്നില്ല, ഒരു പേര വെക്കാൻ സ്ഥലം കിട്ടുന്നില്ല. എവിടെ പോയാലും ആന മാത്രം താമസിക്കും. അപ്പൊ ജനങ്ങൾ എവിടെ പോകണം? മനുഷ്യനെ ഒരു കാരണവശാലും ജയിലിൽ പിടിച്ചിടാൻ പാടില്ല. വലിയ ജനരോഷം നേരത്തെ മുല്ലപ്പെരിയാർ സമരത്തിനൊക്കെ കണ്ടതാണ് നമ്മളിങ്ങനെ റോഡ് ഉപരോധിച്ചുള്ള ജനരോഷം. അതേപോലെ വലിയ ജനരോഷം അത് കോടതിക്കെതിരെ മാത്രമല്ല, കോടതി വിധിക്കെതിരെ മാത്രമല്ല, സർക്കാരിനെതിരെയും. സർക്കാർ പല ഘട്ടത്തിലും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കടുത്ത വിമർശനമൊക്കെ ഉയർത്തിക്കൊണ്ട് ജനം തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സർക്കാർ എന്തായാലും വലിയ ബാധ്യതയായി മാറുകയാണ്. ഈ സമരങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും? കോടതി വിധി ഫലത്തിൽ സർക്കാരിനൊരു ബാധ്യതയാകും. യെസ്, അപ്പൊ നമ്മള് മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഇടം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അതെ, നേരത്തെ നമ്മൾ കാണിച്ചത് വലിയ കവലയിലെ പ്രതിമകളായിരുന്നു. ഒരുപക്ഷെ ആ പ്രതിമകളുടെ ദൃശ്യങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഇത്രയധികം പ്രതിമകളുള്ള ഒരു ജംഗ്ഷൻ ഒരുപക്ഷെ കേരളത്തിൽ എവിടെയും ചിലപ്പോൾ കാണാൻ സാധ്യത. തിരുവനന്തപുരത്ത് ആ ടൗണിൽ ഒന്നാകെ നോക്കി കഴിഞ്ഞാൽ കാണും. പക്ഷെ ഒരു ചെറിയ കവലയിൽ തന്നെ ഇത്രയധികം പ്രതിമകൾ. പെരിയോറുടെ പ്രതിമ, ടി കെ മാധവന്റെ പ്രതിമ, മന്നത്ത് പത്മനാഭന്റെ പ്രതിമ, ഒപ്പം തന്നെ MGRന്റെയും ഭാര്യ സമേതനായി നിൽക്കുന്ന MGRന്റെ പ്രതിമ, ഇനിയിപ്പോൾ അയ്യങ്കാളിയുടെ പ്രതിമ അവിടെ വരാൻ പോകുന്നു എന്ന് പറയുന്നത് അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കവലയാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഇവിടേക്ക് ഇനി പോകുന്നത് ഇണ്ടന്തുരുത്തി മന, അതായത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇതുമായി ബന്ധപ്പെട്ട ഈ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ ഇണ്ടന്തുരുത്തി മനയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അവിടേക്ക് എത്തുന്നതിന് മുൻപ് നമുക്ക് ഇടവേള നമുക്ക് ഇനി പോകേണ്ടത് ദേശീയ വാർത്തകളാണ്. ദേശീയ വാർത്തകൾ മനു ഭരത്താണ് നൽകുന്നത്. അപ്പം മനു, ഇന്ന് ദേശീയ തലത്തിൽ വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. ഇന്ന്
പാർലമെന്റിലടക്കം തുടർ പ്രക്ഷോഭങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്നു രാഹുൽ ഗാന്ധി വിഷയത്തിൽ. എന്താണ് ഇന്ന് ദേശീയ വാർത്തകളുടെ ഒരു പൊതു ചിത്രം? മനു, ഇന്ന് പ്രധാനമായും ഈ കർണാടക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇന്ന് പ്രധാനമായി വരുന്നത്. ഒപ്പം ഈ പാർലമെന്റ് തിങ്കളാഴ്ചത്തേക്ക് വരെ പിരിഞ്ഞൊരു സാഹചര്യത്തിൽ ഇനി ഈ പ്രക്ഷോഭം തെരുവിലും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലും ഉണ്ടാകുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമുക്ക് വിശദമായി പരിശോധിക്കാം ഇന്നത്തെ ദേശീയ വാർത്തകൾ. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ശേഷിക്കുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള തിരക്കിട്ട ശ്രമങ്ങൾ നടത്തുകയാണ് കോൺഗ്രസും അതുപോലെ തന്നെ BJPയും മറ്റ് രാഷ്ട്രീയ കക്ഷികളുമൊക്കെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു. കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി ചേരും. ബംഗളൂരുവിൽ ചേരുന്ന യോഗത്തിൽ ഇനി 100 സീറ്റിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കും എന്നാണ് കരുതുന്നത്. 124 സീറ്റിലെ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ 100 സീറ്റിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കുന്നതോടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറെക്കുറെ പൂർത്തിയാക്കും. സ്ക്രീനിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ പട്ടിക AICCക്ക് കൈമാറും. AICC ആയിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു അന്തിമമായ ഒരു പ്രഖ്യാപനം നടത്തുക. അതോടൊപ്പം തന്നെ ഈ സർവേ ഫലങ്ങൾ കർണാടകയിൽ നിന്ന് പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു. കർണാടകയിലെ വോട്ടർമാരുടെ രീതി എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് സി വോട്ടർ സർവേ കം ഒപ്പീനിയൻ പോൾ പുറത്ത് വിട്ടിരിക്കുന്നു. അതിൽ കൂടുതലും പ്രകടമാകുന്നത് സർക്കാർ വിരുദ്ധ വികാരമാണ്. ഈ പ്രതികരിച്ചവരിൽ 57% ആളുകളും സംസ്ഥാന സർക്കാരിൽ അതൃപ്തിയാണ് പ്രകടിപ്പിക്കുന്നത്. അതേസമയം 17 പേർ മാത്രമാണ് സർക്കാരിനെ ഈ സർവേയിൽ പിന്തുണച്ചിട്ടുള്ളത്. സർവേയിൽ പങ്കെടുത്ത 47% പേരും മുഖ്യമന്ത്രിയുടെ പ്രകടനം മോശമാണ് എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത്. ഏതായാലും കർണാടകത്തിൽ കോൺഗ്രസിനാണ് ജയസാധ്യത കൂടുതൽ എന്ന് സി വോട്ടർ സർവേ പറയുന്നു. സർവേയിൽ പ്രതികരിച്ച 39% പേരും ഈ അഭിപ്രായമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം BJP വീണ്ടും അധികാരം നിലനിർത്തും എന്ന് 34% പേർ മാത്രമേ വ്യക്തമാക്കുന്നുള്ളൂ. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2022 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹിമാചൽ പ്രദേശിൽ സി വോട്ടർ ഇതുപോലെ ഒരു സർവേ നടത്തിയിരുന്നു. അന്ന് 46% പേർ BJP അധികാരത്തിൽ വരും എന്ന് ആണ് അഭിപ്രായപ്പെട്ടത്. എന്നാൽ 43% പേരെ കോൺഗ്രസ് ജയിക്കൂ എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നേരെ വിപരീതമായാണ് വന്നത്. ചെറിയൊരു ഭൂരിപക്ഷത്തിനാണെങ്കിലും അവിടെ BJPക്ക് അധികാരം നഷ്ടമാവുകയും. അതുകൊണ്ട് ഈ സർവേ ഫലങ്ങൾ എത്ര കണ്ട് പ്രസക്തമാണ് എന്നത് വ്യക്തമല്ല. പക്ഷേ ഇതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സർവേ ഫലങ്ങൾ. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ ചിത്രങ്ങളും വ്യക്തമാകും. ഒപ്പം തന്നെ ഈ ഒളിവിൽ പോയ ഖാലിസ്ഥാൻവാദി അമൃത്പാൽ സിംഗിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. 12ാമത്തെ ദിവസവും അമൃത്പാൽ സിംഗിനെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അമൃത്പാൽ സിംഗിനായുള്ള തിരച്ചിൽ ശക്തമാക്കി. അമൃത്സറിലും ഹോഷിയാർപൂറിലും ഒക്കെ പോലീസ് ഇതിനുവേണ്ടിയുള്ള വല വിരിച്ചിട്ടുണ്ട്. ഇടയിൽ ഈ ഹോഷിയാർപൂറിനിടയിൽ അമൃത്പാൽ സിംഗ് ഉണ്ട് എന്ന അമൃത്സറിനും ഹോഷിയാർപൂറിനും ഇടയിൽ അമൃത്പാൽ സിംഗ് ഉണ്ടെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് പോലീസ് വ്യാപകമായ തിരച്ചിൽ കഴിഞ്ഞ ദിവസം നടത്തി. ഇതിനിടെ ഒളിവിൽ പോയ ശേഷമുള്ള അമൃത്പാൽ സിംഗിൻ്റെ ആദ്യ വീഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. തനിക്കെതിരായി പോലീസ് നടപടിക്കെതിരെ സിഖ് ജനത ഒന്നിക്കണം എന്ന് അമൃത്പാൽ സിംഗ് പഞ്ചാബിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾക്ക് ഇത് ഈ സിഖ് ഐക്യത്തിൻ്റെ ആവശ്യം ബോധ്യമാകണം എന്നാണ് അമൃത്പാൽ സിംഗ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ സന്ദേശം പുറത്തു വരുന്നതിന് മുൻപ് നേരത്തെ അമൃത്പാൽ സിംഗ് കീഴടങ്ങിയേക്കും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കീഴടങ്ങിയിട്ടില്ല. അയാൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു. ഏതായാലും സുവർണക്ഷേത്രത്തിനും സമീപത്തുമൊക്കെ പോലീസ് സുരക്ഷാ സംവിധാനം ശക്തമാക്കിയിട്ടുണ്ട്. അവിടെയെല്ലാം പോലീസ് റൂട്ട് മാർച്ച് നടത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത ഈ രാഹുൽ ഗാന്ധി സംബന്ധിച്ചതാണ്. മോദി വിരുദ്ധ പരാമർശത്തിൽ രാഹുലിനെതിരെ പറ്റ്ന കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. ഏപ്രിൽ 12 ഹാജരാകണം എന്നാണ് നോട്ടീസ്. BJP നേതാവ് സുശീൽ മോദിയുടെ പരാതിയിൽ ആണ് കോടതി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന ദേശീയ വാർത്തകൾ. ഓവർ ടു യു സജിത്ത് ആൻഡ് ശ്രീജിത്ത്. അതാണ് ദേശീയ വാർത്തകളുടെ പൊതുചിത്രം നമ്മൾ കണ്ടത്. എന്തായാലും ദേശീയ തലത്തിലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളടക്കം നടക്കുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതെ, നമ്മൾ ഇണ്ടന്തുരുത്തി മനയിലാണ്. അതായത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ സവർണ ആധിപത്യത്തിന്റെ കേന്ദ്രമായി അന്ന് മാറിയ ഇവിടെയാണ് ഗാന്ധിജി എത്തി ചർച്ച നടത്തിയത്. അതായത് ഗാന്ധിജിയെ ചർച്ചയ്ക്ക്
ഗാന്ധിജിക്ക് ഇവരുമായി ചർച്ചയ്ക്ക്, സവർണ മേധാവിമാരുമായി ചർച്ചയ്ക്ക് താല്പര്യമുണ്ടെന്ന് അറിയിച്ച് ഗാന്ധിജി ഇവരെ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഗാന്ധിജി കുറച്ച് താണ ജാതിക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇണ്ടന്തുരുത്തി നമ്പ്യാതിരി ഇവിടേക്ക് ഗാന്ധിജിയെ വിളിക്കുകയായിരുന്നു. മാത്രമല്ല ഈ മനയ്ക്ക് പുറത്ത് വെച്ചാണ് ഗാന്ധിജിയുമായി ചർച്ച നടത്തിയത് എന്നതും ചരിത്രമാണ്. അങ്ങനെ ഒരു അവഹേളനം കൂടി ഗാന്ധിജി നേരിടേണ്ടി വന്ന ഒരു സ്ഥലത്താണ് നമ്മൾ. അതായത് ഈ വൈക്കത്തെ ഈ യാത്രാ നിരോധനത്തിന് മുഖ്യ കാരണക്കാരനായിരുന്ന ഒരു അധികാര കേന്ദ്രമുണ്ട്, അത് ഈ ഇണ്ടന്തുരുത്തി മനയായിരുന്നു. പക്ഷേ കാലക്രമത്തിൽ മന ക്ഷയിക്കുന്നു. ഇവിടെ തൊഴിലാളി പ്രസ്ഥാനം ATUCയുടെ ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസായി മാറി. ഈ സമീപ നാളുകളിൽ രാഷ്ട്രീയ വിവാദം പോലും ഇതുമായി ബന്ധപ്പെട്ടിരുന്നു. അതെ, കാരണം BJP ഒക്കെ ആരോപിക്കുന്നത് ഇതിങ്ങനെ ചെത്തുതൊഴിലാളി യൂണിയൻ ആക്കാൻ പാടില്ല എന്ന് കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. പക്ഷേ ATUCയും CPI ഒക്കെ പറയുന്നത് ഞങ്ങളതൊരു സംരക്ഷിത സ്മാരകമായി, അതായത് തൊഴിലാളികളുടെ ഒരു കേന്ദ്രമായി അത് മാറ്റിയെടുത്തിരിക്കുകയാണ്, സംരക്ഷിക്കുകയാണ്. കാരണം ഇതൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്ന് നവീകരിക്കുകയോ ഒക്കെ ചെയ്ത് ഇതേ നിലയിൽ തന്നെ അവരേതാണ്ട് സംരക്ഷിക്കുന്നും ഉണ്ട് എന്നുള്ളത്. ഇവിടെ ആർക്ക് വന്നാലും കാണാനുള്ള സൗകര്യം. ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ കഴിയില്ല. ഉള്ളിൽ കയറുമ്പോൾ എങ്ങനെയാണ് ആ മനയുടെ രൂപരീതികളൊക്കെ തന്നെയാണ്? തീർച്ചയായും ഒരു 4 കെട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഉള്ളിൽ കയറിയിരുന്നു. ഒരുപക്ഷെ വൈകാതെ കയറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 4 കെട്ടാണ്. അതിനുള്ളിൽ അങ്ങനെ ഉള്ള ഒരു പഴയ മനയുടെ എല്ലാ സ്വഭാവങ്ങളുമുള്ള ഒരു 4 കെട്ട് എന്ന് തന്നെ നമുക്ക് തീർത്ത് പറയാവുന്ന ഒരു കേന്ദ്രം തന്നെ സൂക്ഷിക്കുകയാണ്. അപ്പൊ ഈ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി വർഷത്തിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായി ഇണ്ടന്തുരുത്തി മനയും അതിന്റെ പശ്ചാത്തലവും മാറുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഇണ്ടന്തുരുത്തി മന അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു അധികാര കേന്ദ്രത്തിന്റെ ഇടമായിരുന്നു എന്ന പ്രത്യേകതയുണ്ട്. അങ്ങനെ ഇണ്ടന്തുരുത്തി മനയുടെ വിശേഷങ്ങളും പ്രഭാത കേരളത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഇനി നമുക്ക് PV അൻവറുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. PV അൻവർ MLA-യുടെ മിച്ചഭൂമി കേസിൽ കോടതി ഉത്തരവ് സർക്കാർ അട്ടിമറിച്ചു. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച അൻവറും കുടുംബവും കൈവശം വയ്ക്കുന്ന ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് 2020 ഹൈക്കോടതി ഉത്തരവിട്ടത്. ഭരണഘടനാ ലംഘനത്തിനെതിരെ ഗവർണർക്ക് പരാതി നൽകുമെന്ന് പരാതിക്കാരൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് PV അൻവർ MLA-യും കുടുംബവും കൈവശം വയ്ക്കുന്ന ഭൂമി തിരിച്ചുപിടിക്കണമെന്ന് 2020 മാർച്ച് 20 ഹൈക്കോടതി ഉത്തരവിട്ടത്. വിവരാവകാശ പ്രവർത്തകൻ KV ഷാജിയുടെ കോടതിയലക്ഷ്യ ഹർജിയിൽ 2022 ജനുവരി 13 വീണ്ടും ഹൈക്കോടതി ഉത്തരവുണ്ടായെങ്കിലും ഇതുവരെയും നടപടിയുണ്ടായില്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ നിലമ്പൂരിൽ നിന്ന് മത്സരിച്ചപ്പോൾ 226.82 ഏക്കർ ഭൂമി കൈവശം വെക്കുന്നതായി നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പമുള്ള സത്യവാങ്മൂലത്തിൽ കാണിച്ചിരുന്നു. ഇതാണ് കോടതി കയറിയത്. ഹൈക്കോടതി ഉത്തരവ് അട്ടിമറിച്ച സർക്കാർ നടപടിക്കെതിരെ ഗവർണർക്ക് പരാതി നൽകുമെന്ന് ഹർജിക്കാരൻ. താമരശ്ശേരി ലാൻഡ് ബോർഡ് ചെയർമാനാണ് ഇതിന്റെ ഉത്തരവാദിത്തമുള്ളത്. നിരന്തരം ലാൻഡ് ബോർഡ് ചെയർമാനെ നിരന്തരം മാറ്റിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ഈ ഹൈക്കോടതി വിധിയെ അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഭരണത്തലവനായിട്ടുള്ള ഗവർണറെ സമീപിക്കാനുള്ള ആലോചനയിലാണ് വിവരാവകാശ കൂട്ടായ്മ. മിച്ചഭൂമി കൈവശം വെക്കുന്നതിന് ഭൂപരിഷ്കരണ നിയമപ്രകാരം PV അൻവർ MLA-ക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ സംസ്ഥാന ലാൻഡ് ബോർഡ് താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡിന് നിർദ്ദേശം നൽകിയിരുന്നു. അൻവറിനു വേണ്ടി താമരശ്ശേരി ലാൻഡ് ബോർഡ് കേസെടുക്കാൻ തയ്യാറാവാതെ വന്നതോടെയാണ് KV ഷാജി ഹൈക്കോടതിയെ സമീപിച്ചത്. S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. അപ്പൊ ഞങ്ങൾ ഇണ്ടന്തുരുത്തി മനയുടെ ഉള്ളിലാണ്. ആ മനയുടെ രീതികളൊക്കെ സംരക്ഷിച്ച് ഒരു പരമ്പരാഗത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും സംരക്ഷിക്കുന്നത്. ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസ്, ATUCയുടെ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പൊ നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. അതെ, സഭാ തർക്കവുമായി ബന്ധപ്പെട്ടാണ്. എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക തുറക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കം മുറുകുകയാണ്. ഏകീകൃത കുർബാന അർപ്പിക്കാൻ മാത്രമേ ബസലിക്ക തുറന്നു തരൂ എന്ന നിലപാടിലാണ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്. ഇത് സംബന്ധിച്ച ബിഷപ്പിന്റെ സർക്കുലർ വിമത വിഭാഗം വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിച്ചു. ക്രൈസ്തവർ ഏറ്റവും ആദരണീയമായി കരുതുന്ന ഈസ്റ്റർ നോമ്പുകാലം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ഈ ഒരു കാലത്തും സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ക്രിസ്തുമസ് കാലത്ത് പള്ളിക്കകത്ത് ഏറ്റുമുട്ടൽ മൂലം അടച്ചുപൂട്ടിയ സെന്റ് മേരീസ് ബസലിക്ക 125 ദിവസം എത്തുമ്പോഴും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏകീകൃത കുർബാന അർപ്പിക്കാൻ മാത്രമേ ബസലിക്ക തുറന്നു തരൂ എന്ന ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന്റെ നിലപാട് അതിരൂപതയിൽ കലാപം സൃഷ്ടിക്കാനുള്ള നീക്കമാണെന്ന് അൽമായ മുന്നേറ്റം കോർഡിനേഷൻ കമ്മിറ്റി ആരോപിച്ചു. ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ പിച്ചിക്കീറി ഒരു വിഭാഗം വിശ്വാസികൾ വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിച്ചു. തന്ത്രങ്ങളുടെ രാജാവ് ആൻഡ്രോസ് മെത്രാൻ രാജിവെക്കുക. ആൻഡ്രോസ് മെത്രാനെ അഴിച്ചു
ബസലിക്കൽ ജനാഭിമുഖ കുർബാന മാത്രമേ അർപ്പിക്കാൻ അനുവദിക്കൂ എന്ന നിലപാടിലാണ് ഒരു വിഭാഗം വൈദികരും വിശ്വാസികളും. ഇരുവിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയതോടെ ഓശാന ഞായറോടെ ആരംഭിക്കുന്ന വിശുദ്ധവാരത്തിലും സിറോ മലബാർ സഭയുടെ സ്ഥാനിക ദേവാലയ പദവിയുള്ള എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക അടഞ്ഞു തന്നെ കിടക്കുമെന്ന് വ്യക്തമായിരിക്കുകയാണ്. സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിലെ ചാപ്പലിലായിരിക്കും കർദിനാൾ ജോർജ് ആലഞ്ചേരി വിശുദ്ധവാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. അപ്പോൾ ഇണ്ടന്തുരുത്തി മനയിലെ അറയ്ക്ക് മുന്നിലാണ്, ഇവിടെ ഒരു അറയുണ്ട്, അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പ്രഭാത കേരളം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2009 ഈ മന നവീകരിച്ചിരുന്നു. CPI ഏറ്റെടുത്ത ATUC ഏറ്റെടുത്ത ശേഷം ഇപ്പോഴും അതങ്ങനെ സംരക്ഷിത സ്മാരകം പോലെ യഥാർത്ഥത്തിൽ തുടരുകയാണ്. അല്പം കോൺക്രീറ്റ് ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും ആ മനയുടെ ആ പഴയ കെട്ടും മട്ടും അതേ രീതിയിൽ തന്നെ നിലനിർത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അതെ അതെ. അപ്പം പ്രഭാത കേരളം ഇങ്ങനെ തുടരുമ്പോൾ നമ്മളിനി നോക്കുന്ന ഒരു കായിക വാർത്തയിലേക്കാണ് പോകുന്നത്. IPL 16ാം സീസണിന് നാളെ തുടക്കം. അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലാണ് ആദ്യ മത്സരം. 12 വേദികളിലായി 10 ടീമുകൾ പങ്കെടുക്കുന്ന ലീഗിൽ 74 മത്സരങ്ങളുണ്ട്. മെയ് 28-നാണ് ഫൈനൽ മത്സരം. ഇനിയുള്ള 2 മാസക്കാലം ക്രിക്കറ്റ് ലഹരിയുടെ സായാഹ്നങ്ങളാണ്. ലോക ക്രിക്കറ്റിലെ വെടിക്കെട്ട് താരങ്ങളെല്ലാം ഇന്ത്യൻ മണ്ണിൽ IPL എന്ന കുടക്കീഴിൽ അണിനിരക്കും. 10 ടീമുകളിലായി 5 തവണ ജേതാക്കളായ മുംബൈ ഇന്ത്യൻസ്, 4 തവണ കിരീടം നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ്, 2 തവണ ചാമ്പ്യന്മാരായ KKR. തലപ്പൊക്കത്തിൽ ഈ 3 സംഘങ്ങൾ മുന്നിലാണെങ്കിലും ഒപ്പം പിടിക്കാൻ ശേഷിയുള്ളവരാണ് ബാക്കിയുള്ള 7. ഹോം ആൻഡ് എവേ ഫോർമാറ്റിലായി 14 മത്സരങ്ങൾ വീതം ഓരോ ടീമും കളിക്കണം. 2 ഗ്രൂപ്പുകളായി തിരിച്ചാണ് പോരാട്ടം. കൂടുതൽ പോയിന്റുകൾ നേടുന്ന 4 ടീമുകൾ പ്ലേ ഓഫിലേക്ക് മുന്നേറും. ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസ് ആണ് നിലവിലെ ചാമ്പ്യന്മാർ. കിരീടം ലക്ഷ്യം വെച്ച് തന്നെയാണ് കഴിഞ്ഞ സീസണിലെ ടീമിനെ ഏറെക്കുറെ അവർ നിലനിർത്തിയതും. ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ഗുജറാത്തിന്റെ എതിരാളി. MS ധോണി നയിക്കുന്ന ചെന്നൈക്ക് ഓൾറൗണ്ട് മികവാണ് കരുത്ത്. എന്നാൽ 41-കാരനായ ധോണിയുടെ പ്രകടനം എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. കഴിഞ്ഞ സീസണിൽ 9ാം സ്ഥാനത്തായിരുന്നു സൂപ്പർ കിങ്സ്. സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിലായിരിക്കും കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരുടെ പ്രതീക്ഷ. ക്രിക്കറ്റ് ചൂടിന്റെ 2 മാസക്കാലം ബമ്പർ ഹിറ്റാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് BCCIയും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. നമ്മൾ മടങ്ങി വരുമ്പോൾ ന്യൂസ് 18ന്റെ റൈസിംഗ് ഇന്ത്യ സമ്മിറ്റ് തുടരുന്നു. അതിർത്തിയിൽ ചൈനയുമായുള്ള തർക്കം അവസാനിച്ചിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറയുന്നു. സംഘർഷം ലഘൂകരിക്കാനുള്ള നടപടികൾ പരസ്പരം സമ്മതിച്ചുള്ളവയാണ്, എന്നാൽ ഇനിയും ഏറെ ചെയ്യാനുണ്ട്. ചൈനയ്ക്ക് ശക്തമായ സന്ദേശമാണ് ഇന്ത്യ നൽകിയതെന്നും വിദേശകാര്യമന്ത്രി ഈ റൈസിംഗ് ഇന്ത്യ സബ്മിറ്റിൽ വ്യക്തമാക്കി. To pull back the close-up deployments, not close-up deployments, the close-up forward deployments. In the past, there have been occasions when we may have made some such unilateral move and we found it was not necessarily responded to by the other side. So everything that we have done is on the basis of what we call the principle of mutual and equal security. Now, this is still unfinished work. There are places where we have this forward deployments. ലണ്ടനിൽ ഇന്ത്യൻ പതാകയെ അവഹേളിച്ച ഖലിസ്ഥാൻ അനുകൂലികളെ ശക്തമായി വിമർശിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിലുള്ള ഇത്തരം അക്രമങ്ങൾ അംഗീകരിക്കാനാവില്ല. നയതന്ത്രജ്ഞരെ ഭീഷണിപ്പെടുത്തി ഇന്ത്യൻ പതാക താഴ്ത്തിച്ചത് അപലപനീയമാണ്. പഞ്ചാബിൽ ഖലിസ്ഥാൻ അനുകൂലികൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിനെതിരെയും S. ജയശങ്കർ വിമർശിച്ചു. ന്യൂസ് 18ന്റെ റൈസിംഗ് ഇന്ത്യ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വിദേശകാര്യമന്ത്രി. Which law-abiding society would allow a mob to storm a police station and take somebody out? In the name of free speech and democratic freedoms, of which I'm equally a votary, if you allow people to intrude into diplomatic premises, to attack diplomats, to threaten diplomats, to take down flags, I think somewhere it's time that we are clear about who we are and the stand that we take. And if these things happen, there will be consequences.
ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വളരെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങളും റൈസിംഗ് ഇന്ത്യ സബ്മിറ്റിൽ ഉണ്ടായി. മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കർണാടകയിൽ OBC വിഭാഗത്തിൽ മുസ്ലിങ്ങൾക്ക് നൽകിയ സംവരണം എടുത്തുകളഞ്ഞ തീരുമാനത്തിലാണ് ഈ പ്രതികരണം വന്നിരിക്കുന്നത്. ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരിക്കെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്നും നരേന്ദ്രമോദിക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചെന്നും അമിത്ഷാ വെളിപ്പെടുത്തി. ന്യൂസ് 18ന്റെ റൈസിംഗ് ഇന്ത്യ പരിപാടിയിൽ CNN ന്യൂസ് 18 നെറ്റ്വർക്ക് ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിയുമായി നടത്തിയ സംവാദത്തിലാണ് അമിത്ഷായുടെ പ്രതികരണം. उन्होंने मोदी समाज मतलब तेली समाज में सभी लोग क्यों चोर होते हैं ऐसा एग्जैक्ट नहीं कहा. उन्होंने ये कहा कि सारे चोरों का सरनेम मोदी क्यों होता है, ये कहा है जी. तो वो उन्होंने OBC समाज का ही जानबूझकर अपमान किया है. को पक्का असेसमेंट कर रहा हूं कि हम निश्चित रूप से हाफवे मार्क से काफी आगे रहेंगे. पूर्ण बहुमत की भारतीय जनता पार्टी की सरकार बनने जा रही है. हमारी 104 सीटें थी, JDS की 34 सीटें थी और फिर JDS कांग्रेस की गोदी में सत्ता के लिए बैठ गई और दोनों ने सरकार बनाई. अब बताइए JDS किसकी भी टीम है, जरा बताइए ना जनता को. तो आपकी कोई बातचीत नहीं चल रही है? आपकी कोई बातचीत नहीं चल रही है? नहीं, हमारी कोई बातचीत कैसे? हम हर सीट पर लड़ेंगे, पूर्ण बहुमत के लिए लड़ेंगे और मोदी जी के नेतृत्व में पूर्ण बहुमत आएगा, इसका मुझे पूर्ण भरोसा है. किसी से बातचीत का सवाल ही पैदा नहीं. कोई भी हालत में अगर जरूरत पड़ी तो भी उनके संग गठबंधन नहीं करेंगे. गठबंधन नहीं करेंगे चाहे कुछ भी, अगर मान लीजिए कम भी पड़ जाए. गठबंधन का सवाल ही नहीं है, किसी के साथ गठबंधन करने की जरूरत नहीं. पोस्ट पोल भी नहीं. पूर्ण बहुमत प्राप्त करने जा रहे हैं और विश्वास के साथ हम मैदान में उतरते हैं. देखिए, मैं मानता हूं ये करने में थोड़ी देर हो गई है, क्योंकि धर्म के आधार पर आरक्षण संविधान सम्मत नहीं है, ये गैर संवैधानिक है. किसी भी प्रकार का आरक्षण धर्म के आधार पर नहीं हो सकता है. जो कांग्रेस की कर्नाटक सरकार ने पोलराइजेशन के लिए किया था उसको हमने करेक्ट किया है और मैं मानता हूं ये करने में थोड़ी देर हो गई. मैं आपको बताता हूं दुरुपयोग कैसे होता है. मैं उसका भुक्तभोगी हूं. हमारे खिलाफ कोई भ्रष्टाचार का केस कांग्रेस ने नहीं किया था. एक एनकाउंटर हुआ था, उसमें मैं राज्य का गृह मंत्री था, मुझ पर केस कर दिया और सीबीआई ने मेरी अरेस्ट की. अरेस्ट में सीबीआई के रिकॉर्ड पर आज भी टैप किया हुआ पड़ा होगा. अगर प्रामाणिकता से टैप किया तो सीबीआई के उस वक्त के अफसरों ने, और मिटा नहीं दिया कांग्रेस सरकार ने. तो 90% सवालों में यही था कि काहे को परेशान हो रहे हो, मोदी का नाम दे दो आपको छोड़ देंगे. രാഹുൽ ഗാന്ധി വിഷയത്തിലും അമിത്ഷാ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയത് നിയമപ്രകാരമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിയമം കൊണ്ടുവന്നത് 2013 UPA സർക്കാരാണ്. രാഹുൽ ബോധപൂർവം പിന്നോക്ക സമുദായത്തെ അപമാനിച്ചെന്നും അമിത്ഷാ വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം ന്യൂസ് 18ന്റെ റൈസിംഗ് ഇന്ത്യ പ്രോഗ്രാമിലാണ്. उस जजमेंट में सुप्रीम कोर्ट ऑफ इंडिया ने तय कर दिया कि 3 महीने आपको नहीं मिलेंगे. क्यों देना है? जिस क्षण से आपको सजा होती है उसी क्षण से आपकी सदस्यता रद्द हो जानी चाहिए. ये सुप्रीम कोर्ट का वर्डिक है, 2013 का है, जब राहुल जी की माताजी के नेतृत्व में UPA चलता था. और दूसरी बात, उन्होंने अब तक अपने दोष पर रोक लगाने के लिए, कन्विक्शन पर स्टे लेने के लिए अपील भी नहीं की है. किस प्रकार की एरोगेंसी है? आपको फेवर चाहिए, आप मेंबर पार्लियामेंट बने रहना चाहते हो और अदालत के सामने भी नहीं जाओगे. ये किस प्रकार की एरोगेंसी है? कहां से जनरेट होती है ये एरोगेंसी? कहां से जनरेट होती है? ऐसे 17 लोग इंक्लूडिंग राहुल गांधी, सबकी सदस्यता गई है. किसी ने काले कपड़े नहीं पहने, किसी ने हाय तौबा नहीं की, क्योंकि ये सुप्रीम कोर्ट का जजमेंट है, देश का कानून है. मगर अब इन पर आ गई तो कांग्रेस वाले कहते हैं गांधी फैमिली के लिए एक अलग कानून बनाना चाहिए. मैं देश की जनता को पूछना चाहता हूं, किसी एक परिवार के लिए इस देश में अलग कानून बनना चाहिए क्या? ये देश की जनता ने तय करना है. किस मेंटालिटी में जीते हैं?
ഇനി നമ്മൾ പോകുന്നത് നിലമ്പൂർ ഷൊർണൂർ റെയിൽ പാതയിലെ മനോഹരമായ ഒരു കാഴ്ചയാണ്. പ്രകൃതി മനോഹരമായ റെയിൽ പാതയാണ് നിലമ്പൂർ ഷൊർണൂർ പാത. ബ്രിട്ടീഷുകാരുടെ നിർമ്മാണ വൈദഗ്ധ്യം ആണ് ഇതിനെ വേറിട്ടതാക്കുന്നത്. ഇവിടെ ബ്രിട്ടീഷുകാർ പോലും തുരക്കാത്ത ഒരു പാറയുണ്ട് മലപ്പുറത്ത് വാണിയമ്പലത്ത്. പാറയിലെ ജലസാന്നിധ്യം തിരിച്ചറിഞ്ഞ സായിപ്പുമാർ റെയിൽവേ പാത ഈ പാറയെ ചുറ്റിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാണാം വാണിയമ്പലം പാറയും പാറയിലെ അമ്പലവും അമ്പലത്തിനടുത്തുള്ള വേനലിലും വറ്റാത്ത കുളവും കിണറും. വാണിയമ്പലം പാറയും പാറയ്ക്ക് മുകളിലെ ത്രിപുരസുന്ദരി ദേവീക്ഷേത്രവുമെല്ലാം വിശ്വാസികളെയും വിശ്വാസമില്ലാത്ത സഞ്ചാരികളെയും ഒരേപോലെ ആകർഷിക്കും. പാറയ്ക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ പച്ച പുതച്ചു കിടക്കുന്ന നിലമ്പൂർ കാടുകളും സൈലന്റ് വാലിയുടെ ഭാഗമായ വനങ്ങളും കാണാം. സദാ വീശിയടിക്കുന്ന കാറ്റ് ചൂടിന് ആശ്വാസമേകും. പാറയ്ക്ക് മുകളിലെ ത്രിപുരസുന്ദരി ക്ഷേത്രത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. ഏതു വേനലിലും വറ്റാത്ത കുളവും കിണറുമാണ് ഇവിടുത്തെ വിസ്മയം. ഇതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഇവിടുത്തെ ശാന്തിക്കാരൻ ഇവിടെ വെള്ളം കിട്ടാതെ ഉള്ള സമയത്ത് നേദ്യം അടുപ്പിൽ വെച്ച് വെള്ളം തികയാതെ വന്നപ്പോൾ താഴെ പോയി വെള്ളം കൊണ്ടുവരുന്ന സമയത്ത് ആ സമയം കൊണ്ട് ഇവിടെ വെച്ചിരുന്ന നൈവേദ്യം കരിഞ്ഞ് പോവുകയും അദ്ദേഹം ദേവിയെ വിളിച്ചുകൊണ്ട് ഈ ദേഷ്യത്തോട് കൂടിയിട്ട് അതെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ആ ഉരുളിയും ചട്ടുകവും പുറത്തേക്ക് എറിഞ്ഞപ്പോൾ ഉരുളി വീണ സ്ഥലത്ത് കിണറായി മാറുകയും ചട്ടുകം വീണ സ്ഥലത്ത് ചട്ടുകത്തിന്റെ പോലെ തന്നെ ഒരു കുളമായിട്ട് മാറുകയും ചെയ്തു. പാറയെ ചുറ്റിയാണ് ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാത. പാതയുടെ നിർമ്മാണ സമയത്ത് ബ്രിട്ടീഷുകാരാണ് ഈ പാറയിലെ ജലസാന്നിധ്യം മനസ്സിലാക്കിയത്. പാറ പൊട്ടിക്കുന്നത് അപകടമാകുമെന്ന് കണ്ട് അവർ പാറയുടെ ഒരു വശത്തിലൂടെ റെയിൽപാത നിർമ്മിച്ചു. വാണിയമ്പലത്ത് നേരെ നിലമ്പൂരിലേക്ക് പോകുന്ന റെയിൽവേയാണ്. പക്ഷെ ഈ പാറ പൊട്ടിച്ചാൽ ഈ പാറയ്ക്കുള്ളിൽ നിറയെ വെള്ളമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പാറ പൊട്ടിക്കാൻ പറ്റില്ല എന്നുള്ള അന്നത്തെ ധാരാളം സയന്റിസ്റ്റുകളൊക്കെ വന്നിട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ റെയില് വളച്ചു പോയത് എന്നുള്ള. വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ആളുകളുടെ വരവ് ക്ഷേത്രത്തിന്റെ സുരക്ഷയെ ബാധിക്കാൻ തുടങ്ങിയതോടെ ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും നിശ്ചിത സമയം വരെയേ ഇവിടേക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. വിനോദസഞ്ചാര കേന്ദ്രമായതുകൊണ്ട് ധാരാളം ആളുകൾ ഇവിടെ വന്ന് രാത്രി അസ്തമയ സൂര്യനൊക്കെ തികച്ച് ശരിക്കും കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ വളരെ പ്രകൃതി ഭംഗി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. പക്ഷെ ചില സാമൂഹ്യ വിരുദ്ധർ നമുക്ക് ക്ഷേത്രത്തിനെതിരെയും ക്ഷേത്രത്തിലൊക്കെ അശുദ്ധിയൊക്കെ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ ചെറിയൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വൈകുന്നേരം 5:30 മുതൽ ഗേറ്റ് തുറക്കും. 7 മണി വരെയാണ് ഇപ്പോൾ നമ്മുടെ സമയം. അത് മറ്റു സാമൂഹ്യ വിരുദ്ധരുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നവീകരണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇവിടെ പൂർണ്ണമായും കൃഷ്ണശിലയിലാണ് ഇനി ഇവിടെ ശ്രീകോവിലടക്കം നിർമ്മിക്കുന്നത്. ഏറെ വൈകാതെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ശ്രമം. തികച്ചും കൃഷ്ണശിലയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള കല്ലുകൾ എത്തി അതിന്റെ ശില്പികൾ വന്ന് കല്ലിന്റെ എല്ലാ വർക്കുകളും തീർന്നിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഈ ക്ഷേത്രം പൊളിച്ചു മാറ്റുന്നതോടൊപ്പം തന്നെ നമ്മൾ കൃഷ്ണശിലയിൽ നിർമ്മിക്കുന്ന ഒരു ക്ഷേത്രം ഇവിടെ ഉയരും. ഷൊർണൂർ നിലമ്പൂർ ട്രെയിനിൽ വന്ന് വാണിയമ്പലത്തിറങ്ങുക. റെയിൽവേ സ്റ്റേഷന് ഏതാനും കിലോമീറ്റർ അകലെയാണ് പാറ. ക്ഷേത്രത്തിന് തൊട്ടു താഴെ വരെ വാഹനങ്ങളെത്തും. വിശ്വാസികൾക്ക് ക്ഷേത്ര ദർശനം നടത്താം. വിശ്വാസമില്ലാത്തവർക്ക് പ്രകൃതിയെ ആസ്വദിക്കാം. വാണിയമ്പലം പാറ ഒരിക്കലെങ്കിലും വരേണ്ട ഇടങ്ങളിലൊന്നാണ്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. എന്തായാലും അനുമോദനോട് പറയുകയാണ് ഒരിക്കലെങ്കിലും അവിടെ പോകും. കാരണം ഇൻസ്റ്റാഗ്രാം റീൽസ് യൂട്യൂബിലൊക്കെ ഒരുപാട് മനോഹരമായി കാണുന്ന കാഴ്ചയാണ് ഈ ഷൊർണൂർ നിലമ്പൂർ പാത. അതിൻ്റെ പല സ്റ്റേഷനുകളുടെയും കാഴ്ചകൾ ആ നാട്ടുകാരൊക്കെ അങ്ങനെ റീലൊക്കെ ആയിട്ട് നമ്മളെ കൊതിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ്. എന്തായാലും ആ വഴി പിന്നെ ഒന്ന് പോകണമെന്ന് വിചാരിച്ച് അങ്ങനെ കൊതിപ്പിച്ചാണ് അനുമോദം അത് നിർത്തുന്നത്. അപ്പോൾ പ്രഭാത കേരളം ഇന്ന് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഞങ്ങൾ വൈക്കം സത്യാഗ്രഹ ചരിത്ര ഭൂമികയിലൂടെയാണ് ഇന്ന് പ്രഭാത കേരളം പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ എത്തി നിൽക്കുന്ന ഇണ്ടംതുരുത്തി മനയും അങ്ങനെ ഈ ദിവസങ്ങളിൽ ഏറ്റവും സ്മരിക്കപ്പെടേണ്ട ഒരു ഇടമായി മാറുകയാണ്. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്. അതായത് മഹാത്മാഗാന്ധിയുമായി അതെ ഇണ്ടംതുരുത്തി നമ്പ്യാതിരി ഉള്ളിൽ ഇരുന്ന് സംസാരിക്കുന്നു. ഗാന്ധിജിയെ പുറത്തു നിർത്തിയാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അത്രത്തോളം ഗാന്ധിജി അവിടേക്ക് ക്ഷണിക്കുന്നുണ്ട്, ചർച്ചയ്ക്ക് ആശ്രമത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ നമ്പ്യാതിരി അത്
ത്യജിക്കുകയാണ്, ആ ക്ഷണം നിരസിക്കുകയാണ്. കാരണം താഴ്ന്ന ജാതിക്കാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തായാലും അത്തരം ഒരു സ്ഥലത്ത് നിന്നാണ് പ്രഭാത കേരളം അവസാനിപ്പിക്കുന്നത്. തൊട്ടപ്പുറത്ത് ബീച്ചിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇന്നു മുതൽ ആഘോഷമാണ്. കോൺഗ്രസിന്റെ പരിപാടി, മല്ലികാർജുന ഖാർഗെ പങ്കെടുക്കുന്ന സത്യാഗ്രഹ ശതാബ്ദി വാർഷികത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വൈകുന്നേരം 3 മണിക്കുണ്ട്. മറ്റന്നാൾ ഇതേ വേദിയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്റ്റാലിനും പങ്കെടുക്കുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. SNDPയുടെ പരിപാടി, NSSന്റെ പരിപാടി, അങ്ങനെ എല്ലാ സംഘടനകളുടെയും പരിപാടികൾ വിവിധ സമയങ്ങളിലായി നടക്കാൻ പോകുന്നു. അവിടെയുള്ള അലങ്കാരങ്ങൾ അത്രത്തോളം ഉയർന്നു കഴിഞ്ഞു. എന്തായാലും ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ സ്മരണ അല്ലെങ്കിൽ അതിന്റെ ചരിത്രം പഠിക്കുക, അത് ഉൾക്കൊള്ളുക എന്നത് തന്നെയാണ് നമ്മളിപ്പോൾ ഏറ്റവും ഇത് അവസാനിപ്പിക്കുന്നതും. ഒരു മനയുടെ പതനത്തിന്റെ ചരിത്രം, അതായത് ഇതിപ്പോൾ മനയല്ല, ATUC ചെത്തുതൊഴിലാളി യൂണിയന്റെ ഓഫീസാണ്. ഒരു സവർണാധിപത്യം തകർന്ന ചരിത്രം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മളിവിടെ നിന്ന് പോകേണ്ടത്. അങ്ങനെ പലതുകൊണ്ടും ഓർത്തിരിക്കേണ്ട നവോത്ഥാന കാലഘട്ടത്തിന്റെ ചരിത്രം, എങ്ങനെ കേരളം ഉണ്ടായി, എങ്ങനെ ഇന്നത്തെ സമൂഹം രൂപപ്പെട്ടു എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ദിവസമായി ഇന്നത്തെ ദിവസം മാറുകയാണ്. കോൺഗ്രസിന്റെ ആഘോഷ പരിപാടികൾ, സംസ്ഥാന സർക്കാരിന്റെ പരിപാടികൾ, മറ്റ് സംഘടനകളുടെ ഒക്കെ വരും ദിവസങ്ങളിലും ഉണ്ടാകും. എന്തായാലും വൈക്കത്തിന്റെ മണ്ണിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത കേരളം ഇവിടെ പൂർണ്ണമാകുന്നു. നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്ത അരിക്കൊമ്പൻ വിഷയം, മറ്റു രാഷ്ട്രീയ വാർത്തകൾക്കൊക്കെ ഇന്ന് തുടർ വാർത്തകൾ ഉണ്ടാകും. ഇടുക്കിയിലെ വാർത്തകൾ ഉണ്ടാവും. മറ്റൊന്ന് അട്ടപ്പാടി മധുക്കേസാണ്. മധുക്കേസിലെ കോടതിയുടെ പരാമർശമടക്കം നിർണായകമാണ്. ഇക്കാര്യങ്ങളിലൊക്കെ തുടർ വാർത്തകൾ വരുന്ന ബുള്ളറ്റിലുണ്ടാവും. എല്ലാ പ്രേക്ഷകരും തുടരുക. എന്തായാലും പ്രഭാത കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു ദിവസം കാണാം. നമ്മൾ മനയിൽ നിന്നും പടിയിറങ്ങുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. നന്ദി, നമസ്കാരം.